ഹരേ കൃഷ്ണ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭക്തി സുദർശൻ സ്വാമി. വളരെ ക്രൂരമായിട്ട് നടന്നൊരു പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കൂട്ടം മിണ്ടാപ്രാണികളെ വളരെ ക്രൂരമായിട്ട് വിഷം കൊടുത്ത് കൊന്നിരിക്കുകയാണ്. അങ്ങനെ വെള്ളം കൊടുക്കുന്നു. അത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് ആ കാഴ്ച കാണിച്ചു തരാം. ഒരു ദയയില്ലാതെ പാവം മിണ്ടാപ്രാണികളെ വിഷം കൊടുത്ത് കൊല്ലുക എത്ര ഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇതിനെക്കുറിച്ച് ഒരു പാവപ്പെട്ട അമ്മ, പറ്റുന്ന ഭക്തരെല്ലാവരും കൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അമ്മയെ സഹായിച്ചു. പക്ഷെ നമുക്കിപ്പോ ലീഗലി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവരെ ഒരു ഇതും ഇല്ലാതെ ഭയങ്കര ക്രൂര പ്രവൃത്തിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗുരുവായൂരിൽ എത്ര വർഷമായിട്ട് അമ്മ ഇവിടെ ഉണ്ട്? ഇപ്പൊ ഒരു മിണ്ടാപ്രാണിയെ ഒരു ദയയില്ലാതെ വിഷം കൊടുത്ത് കൊന്നിരിക്കുകയാണ്. ഇത് മനുഷ്യരാണോ എന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അമ്മ തന്നെ പറയും. അമ്മ ആദ്യം മുതലുള്ള കാര്യം പറയും, തുടക്കം മുതൽ കേട്ടോ. അമ്മ എങ്ങനെയാ വന്നേന്ന്? ഞാൻ അയ്യന്തോളം താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പേര് അനാമിക എന്ന് പറയും. അവിടെ സ്പോക്കൺ ക്ലാസ്സും പിന്നെ ഓഡിറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. 2016 ഇവിടെ ഒരു ജപത്തിന്, ഒരു 7 ദിവസത്തെ ജപത്തിന് ഗുരുവായൂർ 2016 ഫസ്റ്റ് വീക്കിൽ ജപത്തിന് വന്നു. അത് കഴിയാൻ നേരത്ത് പെട്ടെന്ന് എൻ്റെ കൈ വലത്തെ കൈ പെട്ടെന്ന് മൂവ്മെന്റ്സ് കുറഞ്ഞ് ഇവിടെ 1.5 വർഷം ഡോക്ടർ ട്രീറ്റ്മെന്റ്, ആയുർവേദ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഡോക്ടർ അമണി ഡോക്ടർ. അങ്ങനെ ഇവിടെയാണ് ഞാൻ സെറ്റിൽ ആവാൻ കാരണം തന്നെ. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഞാൻ അവിടെ നമുക്ക് അറിയപ്പെടുന്ന വ്യക്തികളുടെ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അത് മാറി 2018 നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് ഭഗവാന്റെ സന്തതി പരമ്പരയായിട്ടുള്ള കുറച്ച് നമ്മുടെ നായക്കുട്ടികള് അവരെ സംരക്ഷിച്ചു പോകുന്ന നമ്മളാണ്. ഈ കോവിഡിന്റെ സമയത്ത് ഈ കോവിഡ് വന്ന സമയത്ത് മാർച്ച് 6 ഞാൻ ഇവിടുത്തെ ദേവസ്വം ഓഫീസറും ചെയർമാൻ മോഹൻദാസ് സാറും അതേമാതിരി നമ്മുടെ CI പ്രേമാനന്ദ സാറ് അതേമാതിരി വേണ്ടപ്പെട്ടവരെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ വീടെടുത്ത് ആദ്യം പുന്നത്തൂർ കോട്ട, അതിന്റെ നേരെ ഓപ്പോസിറ്റ് 1 ഏക്കർ ഭൂമിയാണ് അത്. അതിൽ വാടകയ്ക്ക് 7000 രൂപ വാടകയ്ക്ക് ഞാൻ അതെടുത്തു. അത് കഴിഞ്ഞ് അവിടുത്തെ 11 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും 1 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും തമ്പുരാൻപടി എന്ന ഭാഗത്തേക്ക് പോയി. അവിടെയുള്ള സ്ഥലത്താണ് 3 കൊല്ലമായിട്ട് ഇപ്പൊ ഫെബ്രുവരി 14 3 വർഷം ഈ കുട്ടികളും കൂടെ ഞാൻ താമസിക്കുന്നത്. ഇതിലാണ് ഇപ്പൊ ഇന്നലെ ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ വരുന്ന സമയത്ത് ഒരു കുട്ടി പെട്ടെന്ന് സഡൻലി നമ്മൾ പോകുന്ന വഴിയില് ഈ കുട്ടി കിടന്ന് 2:30-3 മണി ആവണേ ഉള്ളൂ. ആ കുട്ടി കിടന്ന് പെടയണു. പെട്ടെന്ന് ഉച്ചയ്ക്ക് ഞാൻ ആ നേരത്തെ വിടല. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നി എന്തോ ഈ കുട്ടിക്ക് എന്തോ വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ആ കുട്ടീനെ എടുത്തു കൊണ്ടുവന്നു. ഇവിടെ വന്ന് കൊടുത്തപ്പോൾ എനിക്ക് വിചാരിച്ചില്ല പോയിസണാ ഇതൊന്നും ചെന്നിട്ടുള്ളത്. അപ്പൊ തന്നെ ഞാൻ അതിന് വേണ്ട പ്രിക്കോഷൻ ഇത്തിരി മഞ്ഞൾ വെള്ളം ഇതൊക്കെ കൊടുക്കാൻ ഡോക്ടേഴ്സ് ആദ്യം പറയായിരുന്നു. അത് കൊടുത്തു. രാത്രി ഇപ്പൊ വീണ്ടും ഈ കുട്ടി വളരെയധികം എന്താ പറയാ വീണ്ടും ഫിക്സ് ഇത് വന്ന പോലെ പിറ്റേ ദിവസം രാവിലെ മണ്ണൂത്തി വെറ്റിനറി ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 3 കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു കുട്ടി ഇപ്പൊ 2 ദിവസത്തെ ഇത് ലാബ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് മറ്റു കുട്ടികൾക്ക് ഇപ്പോൾ പ്രിക്കോഷണറി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസം 3ാമത്തെ ദിവസമാണ്. ഇനി നാളെ വീട്ടിലുള്ള കുട്ടികൾക്ക് ചുമയുണ്ട്, അവർക്ക് കഫക്കെട്ട് വന്നിട്ടുണ്ട്. ഇനി റിയാക്ഷൻ ആണ് എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞ ടെസ്റ്റ് ചെയ്യണം. അതിപ്പോ നാളെ ഇവരും കൊണ്ടുപോകണം. അതിലുള്ള ക്ഷീണം വരുന്ന കുട്ടികളെ കൊണ്ടുപോകണം.
വരുമോ? അന്നേരം ഇത് കൊറോണ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രാങ്കണത്തിൽ കുറെ നമ്മുടെ സാധാരണ വ്യക്തികളുടെ നോട്ടത്തിൽ തെരുവ് നായകൾ എന്ന് പറയും. പക്ഷെ ഈ അമ്മയുടെ നോട്ടത്തിൽ തെരുവുനായകളല്ല, ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ തന്നെ മക്കളായിട്ടാണ് ഈ പാവം അമ്മ അവരെ നോക്കിയത്. അമ്മ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ്, ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു, ഓഡിറ്റിംഗ് ഒക്കെ അറിയാവുന്ന അമ്മയാണ്. അതുകൂടാതെ ഇംഗ്ലീഷിന്റെ ഒരു ടീച്ചിങ് പഠിപ്പിക്കുന്ന ആളും കൂടാണ്. അന്നേരം അമ്മയ്ക്ക് പൊതുവെ എല്ലാം ജീവജാലങ്ങളോടും വലിയൊരു സ്നേഹമാണ്. അന്നേരം ആ കൊറോണ സമയത്ത് ആരും നോക്കാനില്ലാത്ത ആ നായ്ക്കളെ, പാവം നായ്ക്കൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഭഗവാന്റെ മക്കൾ തന്നെയാണ്. അന്നേരം അവരെ ഒരുപാട് നോക്കി, അതിനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത് ദേവസ്വം ബോർഡും അവരെല്ലാവരും അമ്മയ്ക്ക് വേണ്ടുന്ന സഹായമൊക്കെ നൽകിയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാടക വീട്ടിലായിരുന്നു അമ്മ താമസിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഇതിനിങ്ങനെ ഈ നായ്ക്കുട്ടികളെ നോക്കാൻ വേണ്ടിയാണ്, ആരോരും ഇല്ലാത്ത നായ്ക്കുട്ടികളെ നോക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. പക്ഷേ ആരൊക്കെയോ അതിന് ചേർന്ന് പല പ്രാവശ്യമായിട്ട് വിഷം കൊടുക്കുന്നു. ഇത് പല പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്തു, അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. എത്രാമത്തെ പ്രാവശ്യം അമ്മ ഇത് കേസ് കൊടുത്തു? കഴിഞ്ഞ ഇതിപ്പോ 22 ഡിസംബർ 1 2022 ഡിസംബർ 1 ഇവരാദ്യം പോയ്സൺ വെച്ചിട്ട് 2 കുട്ടികള്, അതില് ഒരു കുട്ടി അപ്പൊ തന്നെ പോയി. ആ കുട്ടീനെ മണ്ണുത്തി വെറ്റനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് FIR ഇത് കഴിഞ്ഞ് FIR തയ്യാറാക്കി. അങ്ങനെ അത് ഇപ്പം നമ്മളുടെ കണ്ടാനശ്ശേരി പോലീസ് സ്റ്റേഷനായിരുന്നു. ഇപ്പൊ ഇവിടെ ചൂൽപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഗുരുവായൂരിന്റെ. അവിടെ പോയി കംപ്ലൈന്റ് കഴിഞ്ഞ് ആ കേസ് നേരെ ചാവക്കാട് കോടതിയിൽ ഇപ്പോൾ സിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് ഇപ്പൊ നമ്മളുടെ ഈ ഡിസംബർ 16 നൈറ്റും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ആർക്കൊരു ബുദ്ധിമുട്ടുള്ള തരത്തിൽ നമ്മൾ നോക്കുന്നത് അവന്റെ വെറും പ്ലെയിൻ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു വെറും ഭൂമിയായിട്ട് കിടക്കുന്നതാണ്. ആ 2016 നൈറ്റ് ഒരു 12 മണിക്ക് ഞാൻ കൊണ്ടുപോകുന്നത് മണ്ണുത്തി വെറ്റനറി ഹോസ്പിറ്റലിലേക്ക്. ഇദ്ദേഹം ഇപ്പം നമുക്കിപ്പോൾ കൊണ്ടുവന്ന കബീർ പറയും, അദ്ദേഹമാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി ആ 3 കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അവിടെ പ്രിലിമിനറി ടെസ്റ്റ് ഇത് കഴിഞ്ഞ് ഇവരെ കൊണ്ടുവന്ന് വെളുപ്പിന് 5 മണി ഇവിടെ എത്തുമ്പോൾ 2 കുട്ടികൾക്കും കൂടിയിട്ട് ആ പോയ്സന്റെ ഇത് വന്ന് അവരെ അന്നേരം തന്നെ കുന്നംകുളം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എത്തിച്ചു. അവരിപ്പോൾ രക്ഷപ്പെട്ടു, അവർ റിക്കവറി ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ശനിയാഴ്ച, ഈ കഴിഞ്ഞ ശനിയാഴ്ച എത്രാം തീയതി ഡേറ്റ് എനിക്ക് ആ ശനിയാഴ്ച ഉച്ചയ്ക്കാണ് ഇപ്പൊ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എനിക്ക് എന്താ പറയാ, എനിക്ക് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറം പ്രകൃതിയിലെല്ലാം ജീവജാലങ്ങളെ നമ്മൾ സ്നേഹിച്ചു ജീവിതത്തോട് മുന്നോട്ട് പോകുന്നതാണ്. ഒരു ഗൃഹസ്ഥാശ്രമം വേണ്ട എന്ന് വെച്ചിട്ട് 13 വയസ്സ് മുതൽ ആധ്യാത്മരാവിലെ കൂടെ വന്നതാണ്. അറിയില്ല, ജീവിതത്തോടുള്ള ഒരു മമത എനിക്കില്ല, ഒന്നുമില്ല. പക്ഷെ പശുമൃഗാദികൾക്കോ മനുഷ്യർക്കോ വേണ്ടി നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കുന്നു. ഇത്രയും എനിക്ക് പറയാനുള്ള. ഇനി എനിക്ക് അറിയില്ല ഒന്നും. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ ബാക്കിയുള്ള മക്കൾക്ക്, ആ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല. എനിക്ക് മനസ്സിന്റെ ബലം നഷ്ടപ്പെട്ടതാണ് ഞാനിപ്പോ വിളിച്ചത്. എനിക്ക് മഹാരാജനൊന്ന് കാണാം. ആ ശക്തിയില്ലെങ്കിൽ ഞാൻ ചെല്ലുമ്പോ ഏത് രൂപത്തിലാണ് ആ കുട്ടികളൊക്കെ അവിടെ ഉണ്ടാവുക. 9 മണിക്കാണ് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഞാൻ പോയത്. 9:30 അവിടുത്തെ 10 എല്ലാ ടെസ്റ്റ് നടത്തി അവരെല്ലാം കഴിഞ്ഞു പറ്റാവുന്നവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ തിരിച്ചപ്പോ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് മഹാരാജ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം മഹാരാജ കണ്ട് മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയി കഴിഞ്ഞാൽ ഒന്നുമില്ലാതാവും. ആ കുട്ടികളുടെ അവസ്ഥ എന്താവും എനിക്ക് തന്നെ നിശ്ചയില്ല. അതിന് ഇപ്പതേ തിരിച്ചു വന്ന് മഹാരാജനെ കണ്ട് ഇറങ്ങണം. ആ കുട്ടികൾ ഒരാൾ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടായിട്ടുണ്ട്. ബാക്കി 2 കുട്ടികളും അവര് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പരമാവധി കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം, ഇത്രയാണ്. ഇനിയിപ്പോ എന്ത് വേണം നിശ്ചയമില്ല എനിക്ക്. അർജന്റായിട്ട് സുരേഷ് ചേട്ടനെ ഒന്ന് വിളിക്കാം കേട്ടോ. ആ കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് വരാൻ പറയും. അന്നേരം സത്യം പറഞ്ഞാൽ ആ നായ്ക്കുട്ടികളെയൊക്കെ അഭയം കൊടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. നമ്മുടേതായിട്ടുള്ളൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഞാൻ അമ്മയായിട്ട് പറഞ്ഞിരുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു ലാൻഡിൻ്റെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുരുവായൂരപ്പൻ്റെ സ്വന്തം മക്കളാണ്. നിങ്ങൾക്കറിയോ, അത് മത്സ്യമാംസാദികൾ കഴിക്കാറില്ല. അമ്മ എന്തൊക്കെയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതെന്നറിയാം? ഗുരുവായൂരപ്പന് നിവേദിച്ച ഭക്ഷണം, ഗുരുവായൂരപ്പൻ്റെ പ്രസാദം മാത്രം കഴിച്ച നായ്ക്കുട്ടികളാണ്. അമ്മ അതിനെക്കുറിച്ച് പറഞ്ഞു, അവരെന്തൊക്കെയാണ് കഴിക്കുന്നത്?
അവർക്ക് നമ്മൾ കൊടുക്കുന്നത് എല്ലാ മക്കളും അവർക്ക് കാലത്ത് അവർക്ക് കുറച്ച് ബിസ്ക്കറ്റ്, പാർലിജിയുടെ ബിസ്ക്കറ്റ് ഞാൻ കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ അവില്, ചില ദിവസം അവില് ഒരു കിലോ അവില് മേടിക്കും, 2 തേങ്ങ ചെരിയിട്ട് നനച്ച് അത് കൊടുക്കും. അവരുടെ ഇഷ്ട ഭക്ഷണം എല്ലാവർക്കും. അവിലെന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടഭോജനം എന്ന് തന്നെ പറയാം. അതിന് ഉച്ചയ്ക്ക് നമുക്ക് അവർക്ക് എന്താ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത്, അതായത് നേദ്യായാലും എന്താണ് നെയ്ച്ചോറായാലും നമ്മളിവിടെ വെച്ചിട്ട് അവർക്ക് കടലയോ മുതിരയോ നമ്മുടെ പച്ചക്കറി ഏതും എല്ലാം അവരുടെ ഇഷ്ട ഭക്ഷണം. അതിന് അതിനിടയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും പാല് ഇതാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എന്താ കഴിക്കുന്ന എല്ലാം അവർ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാത്രി ഇവർക്ക് നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് വല്ല നിവേദ്യമൊക്കെ കിട്ടുവാണെങ്കിൽ അതും കൊണ്ടുവന്ന് ഇവർക്ക് കൂടെ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ അവർ പാത്രം വരെ തട്ടിയിട്ട് അവർ കഴിക്കുന്ന വ്യക്തികൾ. അവർക്കറിയാം ഭഗവാന്റെ പായസം അല്ലെങ്കിൽ ഭഗവാന്റെ വെണ്ണ ഇതൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ മക്കളെ ഞാൻ വളർത്തിക്കൊണ്ടത്. രാത്രിയാകുമ്പോൾ 1 കിലോ ലൂസ് മേടിക്കും. ആട്ട മേടിച്ച് അവർക്ക് അത് ദോശ ഉണ്ടാക്കി അവർക്ക് എല്ലാവർക്കും പൊട്ടിച്ച് കൊടുക്കണം, വയൽ വെച്ച് കൊടുക്കണം, മക്കളെ പോലെ തന്നെ. എനിക്കറിയില്ല ഇപ്പം ഈ രൂപത്തിലാണ് പോകുന്നത്. എനിക്കറിയില്ല, ഒരാഴ്ചയായി ഞാൻ ഈ മക്കളുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത്. ചെല്ലുമ്പോൾ ബിസ്ക്കറ്റോ അവില് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ നിശ്ചയില്ലാത്ത അവസ്ഥയാണ്. ഇനിയിപ്പോൾ അതല്ല എൻ്റെ മനസ്സിൻ്റെ ഭീതി. ഇന്നിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ മക്കൾക്ക് എന്താണ് സമയം എനിക്കറിയില്ല. ആ കുട്ടികളെ ഏത് രൂപത്തിലാണ് ഞാൻ കാണുന്നതെന്ന് എനിക്കറിയില്ല. ആ മനപ്രയാസത്തോടു കൂടി ഇപ്പം ഞാൻ പോകുന്നത്. അപ്പം അതിനിടയ്ക്ക് മഹാരാജനെ കാണാൻ മനസ്സിൻ്റെ മനോബല നിയന്ത്രണം എനിക്ക് നിലനിർത്തണം. ഞാനില്ലെങ്കിൽ മക്കൾ നാളെ എന്താവും എന്നത് നമുക്ക് ആലോചിച്ച് അറിയാലോ. അതുവേണ്ടി ഞാൻ മഹാരാജൻ്റെ അടുത്തേക്കൊന്ന് എത്തിയാലേ ഇപ്പോൾ ഏതാവുള്ളൂ. ഭഗവാൻ തന്നെ നിയോഗിച്ചതാ. എനിക്ക് ഇത്രയിടം വന്നൊന്ന് പറയാൻ കഴിഞ്ഞ ഡിസംബറിൽ ഉണ്ടായിട്ടും ഒരു ഇടം അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള ഒരു അത്താണ്. നമുക്ക് പറഞ്ഞ് നമ്മുടെ വിഷമം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പറയാൻ ഒരു ആൾ എനിക്കുണ്ടായിരുന്നു. ഗുരുസ്ഥാനീയരായിട്ട് ആരും ഞാൻ കണ്ടിട്ടില്ല. അതാ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മഹാരാജനൊക്കെ വന്ന് പരിചയപ്പെട്ടതും. അപ്പം ഇന്ന് ഞാൻ ഇവിടെ എത്തിയത് ആ ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാന്റെ അനുഗ്രഹവും ഈ പ്രകൃതി മാതാവ് അനുഗ്രഹിച്ച ഒരു മഹാരാജൻ്റെ അടുത്താണ് ഞാൻ വരുന്നത്. അത്ര എനിക്ക് അറിയുള്ളൂ. മഹാരാജനെ വന്ന് കണ്ടു പോകണം എന്ന് കരുതി വന്ന് അത് ഞാൻ നടന്നു. എനിക്കറിയില്ല ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോഴുള്ള അവസ്ഥ. അതെന്നെ മാനസികമായി ഭീതിപ്പെടുത്താം, ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. കഴിഞ്ഞ പ്രാവശ്യം അമ്മ വന്നപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ വിളിച്ചോ, അർജന്റായിട്ട് വരാൻ പറയും. അന്നേരം നമ്മൾ ഗുരുവായൂരിൽ ചുറ്റും ഇങ്ങനെ അന്നദാനമൊക്കെ വിതരണം ചെയ്യുമ്പോൾ ഈ പാവം അമ്മ അവിടെ വിശന്നിരിക്കുമായിരുന്നു. ആ കുട്ടികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ അമ്മ ഭഗവാന്റെ പ്രസാദമൊക്കെ കൊണ്ടുപോകും. പക്ഷേ അമ്മ പാവം എപ്പോഴും പട്ടിണി. അമ്മയുടെ ആ ഒരു അവസ്ഥ ഉണ്ടോ നിങ്ങൾക്ക്? നല്ല പാവം എഡ്യൂക്കേറ്റഡ് ഇതാണ്. കുടുംബമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ട് ഗുരുവായൂരിൽ തന്നെ താമസിക്കുകയാണ്. ആകെ വിശന്ന് വലഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു എനിക്കും കൂടെ ഒരു പൊതിച്ചോറ് തരുമോ എന്ന് ചോദിച്ചു. അന്നാണ് നമ്മുടെ ആശ്രമത്തിലെ ഭക്തർ അവിടെ അന്നദാനം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അമ്മയ്ക്ക് അത് കൊടുത്തു. രാവിലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിക്കായിരുന്നു ഈ പ്രസാദം കിട്ടുന്നത്. അത് കഴിച്ചപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. അങ്ങനെ അമ്മ ഇവിടെ വന്നതാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അമ്മയ്ക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് സഹായം ചെയ്തു. പക്ഷെ ഇപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം. മക്കളെല്ലാം കൂടി ഏത് രൂപത്തിൽ അവിടെ കിടക്കണെന്ന് അറിയില്ല. 12 മക്കൾ ഞാൻ അവിടെ അതിനുള്ളിൽ 14 മക്കൾ അവിടെ കിടക്കുന്നുണ്ട്. 3 മക്കളെ കൊണ്ടുവന്നത് അപ്പു, ഹരിക്കുട്ടൻ, ഭദ്ര. ഇവര് ആരാണ് ഇത് ചെയ്യുന്നതെന്ന് അമ്മയ്ക്ക് തോന്നുന്നു? ഓണർ സമ്മതമാണല്ലേ? ഓണറിന് പ്രശ്നമൊന്നുമില്ലല്ലേ അമ്മ? അവര് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് നാളായി. ഞാൻ മാറാം നല്ല ഒരു ഇത് കിട്ടുവാണെങ്കിൽ ഞാൻ മാറും എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. മാർച്ചോട് കൂടി മാറണം
എന്നുള്ളൊരു ഇതിന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷം കൊടുക്കുന്ന ആരായിട്ടാണ് നമുക്ക് തോന്നുന്നത്? വിഷം കൊടുത്തത് കഴിഞ്ഞപ്പോ സിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ചന്ദ്രശേഖരനും ബാലകൃഷ്ണനും പറഞ്ഞ വ്യക്തികളാണ്. അവരാരാ? അവര് നമ്മുടെ ഈ തൊട്ട ഓണറുടെ ആരും റിലേഷൻ അല്ല. പക്ഷെ നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ വെറും പ്ലെയിനാ കിടക്കണേ. ഇത് എവിടെയാ വീടമ്മേ? സ്ഥലം പറഞ്ഞോളൂ, ലൈവിൽ എല്ലാരും കണ്ടോണ്ടിരിക്കാം. തമ്പുരാൻപടിയില് അവിടെ ഒരു മില്ലുണ്ട്. തമ്പുരാൻപടി വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 1, 2, 3 കഴിഞ്ഞാൽ മന നമ്മളുള്ള വഴിയാണ് അത്. പുതുശ്ശേരി മനയുടെ ഭാഗമാണ് അത്. അതിൽ നേരെ വന്നതും വലിയൊരു വീടുണ്ട് അവിടെ. നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഇവരുടെ വീട്, ചന്ദ്രശേഖരനും ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾക്കാരുടെ വീട്. നമ്മൾ താമസിക്കുന്നത് ഒറ്റപ്പെട്ട 3 ഭാഗവും വെറും പറമ്പും ഇതായിട്ട് കിടക്കുക. പിന്നെ ഇപ്പം നമ്മൾ വരുന്ന സ്ഥലത്ത് തന്നെ ഒരു വലിയൊരു ഫാമിലി ഉണ്ട്. ഇതിലിപ്പം അവരും എന്നോട് അവര് നമ്മളോട് വളരെ ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചടിയായിട്ട് ഒത്തിരി വിഷമം അവര് പറഞ്ഞിരുന്നു. എങ്കിലും എന്താ പറഞ്ഞേ നമ്മ തുറന്നു പറയും. അവര് പറഞ്ഞ നിങ്ങൾ എന്നാ മാറണം. അവര് അന്ന് ഡിസംബർ അല്ല, ഓഗസ്റ്റ് സെപ്റ്റംബറിലാണോ എന്നറിയാം. ഒക്ടോബറിൽ നവംബറിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞ ഡിസംബറിലേക്ക് 1 മാസത്തെ അവധി തരാം ഓണർ പറഞ്ഞു. അപ്പം ഞങ്ങൾ 1 മാസത്തെ അവധി കിട്ടിയിട്ടെങ്കിൽ സാധിക്കില്ല. ഞാൻ മാർച്ചോട് കൂടി 3 മാസത്തെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി അത് കഴിഞ്ഞ് മാർച്ച് ഞാൻ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് തരാം. അതിനുള്ള സ്ഥലം ഭഗവാൻ കണ്ടെത്തി തരും, ഞാൻ മാറിത്തരാം എന്ന് പറഞ്ഞു. അപ്പം തൊട്ടപ്പുറത്തെ വീട്ടിലെ ഹരിഗോപി, അതോടൊപ്പം ഒരു മണിച്ചേച്ചി പറയുന്ന ടീച്ചറാണ്, ഒരു ടീച്ചറായിരുന്നു എന്ന്. ഇപ്പം അവരിട്ടേക്ക് കുറേ വർഷങ്ങളായി. അപ്പം അവർ പറഞ്ഞല്ല, 1 മാസത്തിനുള്ളിൽ ഡിസംബർ 30-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഇവിടുന്ന് മാറണം, മാറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മാറിയില്ലെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ട പ്രവർത്തനം ചെയ്യും. ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ട് ഇത്രയും കാലം ഞങ്ങൾ ആർക്കും, ശരിയാണ് അവരൊന്നും നമ്മളോട് ഒരു ഇതും പ്രതിരോധിച്ചിട്ടില്ല. പക്ഷേ ഈ സമയത്ത് അവർ പറഞ്ഞു ഞങ്ങളവിടെ ഇതായിട്ട് സെറ്റിലായിട്ട് താമസിക്കുന്ന വ്യക്തികളാണ്, അതുകൊണ്ട് അവർക്കും വേണ്ടപ്പെട്ട ബന്ധുക്കളാണ് ഈ ബാലകൃഷ്ണൻ, ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞത്. അവിടെ അപ്പം അതിൻ്റെ പേരിൽ ഇവർ പറയുകയും ചെയ്തു. ഇവർ കാരണം കൊണ്ട് നമ്മൾ പോവാന്നല്ല. ഇപ്പം ലാസ്റ്റ് നമ്മൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ? ഇതിപ്പോൾ 3ാമത്തെ തവണയായി. 3 പ്രാവശ്യം ഡിസംബർ ഏകാദശിയുടെ അന്നുണ്ട്, ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് ഞാൻ മക്കളെയും കൊണ്ട് നവംബർ ലാസ്റ്റ് 30-ാം തീയതി 2022 നവംബർ 30 ലാസ്റ്റാണ് ഒരു ലാസ്റ്റ് 31-ാം തീയതി ഇവർ ചെയ്തു. 1-ാം തീയതി ഞാൻ കുട്ടികളെ കൊണ്ടുപോയി ഇവിടെ ചൂൽപ്പുറ അവിടെ അതിൻ്റെ ഇതൊക്കെ എടുക്കുന്നുണ്ട്. FIR എല്ലാം തയ്യാറാക്കി. അവിടുന്ന് CI വന്നു. 2-ാം തീയതി ഇവരെ ഞാൻ ഇതിന് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം വേണ്ടി പൂക്കോട് ഹോസ്പിറ്റലിൽ. പൂക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരെ CIയും അസിസ്റ്റന്റും വന്ന് അവര് ഒരുമിച്ചാണ് ഈ കുട്ടീനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കേസ് അവിടെ നിലനിൽക്കെ ഈ 2023 മെയ് മാസമായിട്ടും ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ നേരെ ചാവക്കാട് കോടതിയിൽ പോയി അവിടെ ചെന്ന് ഇത് അന്വേഷിച്ചപ്പോൾ പോലീസ് ഭാഗത്തു നിന്നുള്ളത് അവിടെ അവര് സ്റ്റോപ്പ് ചെയ്തിരിക്കണു, തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് ഞാൻ നേരെ ചാവക്കാട് കോടതിയിൽ നിന്ന് അവർ കടലാസ് എടുത്തു. ഫസ്റ്റ് മെയ് 27-ാം തീയതിക്ക് വളരെ റീസെന്റ് ഡേറ്റ് ആയിട്ട് തന്നെ കേസ് വെച്ച് സിറ്റിംഗ് വെച്ചു. അത് കഴിഞ്ഞ് ഒരു 3 സിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ചാവക്കാട് കോടതിയിലെ വിജീഷ് എന്ന് പറഞ്ഞ കുട്ടിയാണ് നോക്കുന്നത്. അയ്യന്തോളുള്ള വക്കീൽമാരാണ് നോക്കുന്നതെങ്കിലും ഈ കുട്ടിയാണ് ഇവിടുത്തെ ചാവക്കാട് കോടതിയിൽ വരുന്നത്, വിജീഷ് പറഞ്ഞ കുട്ടി. ഇപ്പോൾ ആ കേസ് പേരും നമ്പരും ഒന്ന് എഴുതിക്കോളൂ, എന്നിട്ട് നമുക്ക് വലുതായിട്ട് എഴുതിക്കോ, എന്നിട്ട് നമ്മൾ ഇതിൽ കാണിക്കാം. അന്നേരം അമ്മയ്ക്ക് ഇപ്പോൾ എന്ത് ഹെൽപ്പാണ് അമ്മ വേണ്ടത്? എനിക്ക് അറിയില്ല. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മക്കള് ഒരു വിഷമം കൂടാതെ എനിക്ക് കാണണം. ഈ ഒരു മഹാരാജനെ വന്ന് കാണുമ്പോൾ എനിക്കതാ വേണ്ടത്. അതിനുശേഷം എനിക്കൊന്ന് വേണ്ടുള്ളൂ മഹാരാജയെ. കാരണം നാളത്തെ ടെസ്റ്റും കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് പൈസ മഹാരാജ തന്ന പൈസയാണ് ഇന്ന് എൻ്റെ മക്കൾക്ക് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഞാനിന്ന് ഇതിൽ വേണം എനിക്കറിയില്ല. അവർ വന്നില്ല, വാടകയാണ് ആൾക്കാർ വന്നില്ല. അവർ 2-ാം തീയതി വിളിച്ച് പറഞ്ഞു അവർക്ക് സുഖമില്ല, അതുകൊണ്ട് ഇനി വരുമ്പോൾ തന്നാൽ മതി. ആ
ശേഷമാണ് ഞാൻ എൻ്റെ മക്കളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനും അവിടെ പല ടെസ്റ്റുകളും നടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ നാളെ കൊണ്ടു ചെല്ലുമ്പോൾ അവർക്കുള്ള ടെസ്റ്റുകൾ നടത്തണം. അതോടൊപ്പം മക്കളെ കൊണ്ടുപോകാൻ എങ്ങനെ കൊണ്ടുപോകും? ഒരു ഓട്ടോ ടാക്സിയിൽ 3 മക്കളെ കൊണ്ടുപോകാം. ബാക്കിയുള്ള മക്കളെ ഞാൻ എങ്ങനെ കൊണ്ടുപോകണം? നമുക്ക് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. കാലത്ത് അവിടെ എത്തിച്ചു കഴിഞ്ഞാലേ എല്ലാരും നമുക്ക് രക്ഷപ്പെടുത്താം കേട്ടോ. ധൈര്യമായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ശക്തി തന്നാൽ മാത്രമേ എന്റെ മക്കളെ ഗുരുവായൂരപ്പന്റെ കുഞ്ഞു മക്കളെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കുള്ളൂ. എന്നിലല്ല ഒന്നും ഇരിക്കുന്ന അറിയാം. ഇനി അമ്മയുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അമ്മയെ കോൺടാക്ട് ചെയ്ത് അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ? അത് വേറെ നമ്പർ കൊടുക്കണോ? ഏതാ അമ്മയ്ക്ക്? ഇവിടുത്തെ കൊടുത്തോളൂ. എനിക്ക് വയ്യ, പറ്റില്ല. ഞാൻ അവിടെ ചെല്ലും, ഞാൻ ആകെ ടയേർഡായി പോകും. ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സാമ്പത്തികമായിട്ട് നമ്മൾ മാക്സിമം അമ്മയെ സഹായിക്കുന്നുണ്ട്. ഇപ്പം ലീഗലിയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കേണ്ടത്. നമ്മൾ അതിനു വേണ്ടിയുള്ളൊരു ശ്രമം നടത്താൻ പോവുകയാണ്. ഇത് വലിയൊരു ക്രൂരകൃത്യമാണ്. കാരണം വാടക കൃത്യമായിട്ട് അമ്മ കൊടുക്കുന്നുണ്ട്. അന്നേരം എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് അറിയുന്നില്ല. അമ്മ ഇല്ലാത്ത സമയത്ത് നായ്ക്കുട്ടികൾക്ക് വിഷം കൊടുക്കുകയാണ്. എന്നിട്ട് അത് ഡോക്ടർ സമ്മതിക്കുകയും ചെയ്തു അല്ലേ? ഏത് വിഷം അമ്മ കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോയിസൺ തന്നെയാണ്. എന്ത് പോയിസൺ അവർ തെളിഞ്ഞിട്ടില്ല. അപ്പൊ സെയിം ലൈക്ക് നമുക്ക് അത് തന്നെയാണ്. എന്ത് ഇത് വന്നാലും അതേ ഇതായിരിക്കും ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. അന്നേരമാണ് ഡിസംബർ 16-ാം തീയതി ഈ കുട്ടികളെ ഞാൻ കൊണ്ടുപോയത്. ആ ഫംഗ്ഷൻസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. വിഷം ഫസ്റ്റ് പോയിസൺ കൊടുത്തതിന്റെ ഫംഗ്ഷൻസ് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമാണ് ആ ഒരു ഫോമില് കുട്ടികളെ കാണുന്നത്. അങ്ങനെ രണ്ടാമത്തെ ഈ ഡിസംബർ 16-ാം തീയതി നൈറ്റ് വെച്ച് കൊടുത്ത അരമണിക്കൂർ 7:30 ഞാൻ ഇവിടുന്ന് ദീപാരാധന തൊഴിൽ വീട്ടിൽ 7:30 എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികളെന്ന് പുറത്ത് വിടാന്ന് വെച്ചാൽ പറമ്പാണ് മൊത്തം. പിന്നെ മനപ്പറമ്പ് അവിടെ കിടക്കുന്നത്. അതിലാണ് ഈ കുട്ടികൾ വന്നപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നില്ല. വീണ്ടും ഞാൻ ഇവരെ വിളിച്ചപ്പോഴേക്കും ഒരാൾ വന്ന്, രാജൻ എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടി വന്ന് ഇവിടെ കിടന്ന് വല്ലാത്തൊരു ഇതുമാതിരിയായി, സ്റ്റിക്ക് മാതിരിയായി വായന്ന ഇതും വന്ന് അവൻ ആകെ ബലം പിടിച്ചു. അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ അകത്ത് കെടുത്തി. അപ്പം തന്നെ കുറെ മഞ്ഞൾ വെള്ളം ഫസ്റ്റ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നടന്ന സംഭവം കാരണം കൊണ്ട് ഒരാൾ അതിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നല്ലോ. അത് കഴിഞ്ഞ് വന്നപ്പോൾ പൊന്നു അവളുടെ ആ കുട്ടി ഇതേപോലെ ഓടി. അതേപോലെ കൃഷ്ണ ആ മോനും പോസ് ഉള്ളിൽ ചെന്നതിൻ്റെയാണ്. അവർ കിടന്ന് വളരെ ഫാസ്റ്റ് എവിടേക്കൊക്കെയോ അവർക്ക് തന്നെ അറിയില്ല. ഭഗവാനെ തിരിച്ചു വന്ന് അവൻ വീണ്ടും അവിടെ കിടന്ന് പെടഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ നോക്കിയ കയ്യും കാലും കണ്ണ് നമുക്ക് നോക്കി അറിയാം. ഒരു ഇതിന്റെ മതിൽ ബലം പിടിച്ച് പല്ല് തുറക്കാൻ പറ്റില്ല. 2 പല്ലും ക്ലോസ് ചെയ്ത് അതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ മഞ്ഞ് വെള്ളം കൊടുത്തു. എത്ര കുട്ടികളാണ് ഇപ്പൊ അവിടെ മൊത്തം നമ്മൾ 17 മക്കളാണ്. അതിലൊരു കുട്ടി നട്ടലിന് ക്ഷതം പറ്റി കിടക്കുന്ന കുട്ടിയെ 2 കൊല്ലമായിട്ട്. അത് മുനിസിപ്പാലിറ്റി അവിടെ വണ്ടി ഇടിച്ചിട്ട് നമ്മൾ തന്നെ അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കണേ. 2020 ലാസ്റ്റ് 31-ാം തീയതി അവർക്കറിയാം. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാർക്ക് അറിയാം. അവരും കൂടി ചേർന്ന് ഞാനിവിടെ കൊണ്ടുവന്നത്. പക്ഷെ അവരിൽ നിന്നൊരു സഹായം എനിക്കിന്നുവരെ ഉണ്ടായിട്ടില്ല. ഒന്നും ഇതേവരെയും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു സഹായങ്ങളും ഉണ്ടായില്ല. പക്ഷെ ആ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നു. ആ കുഞ്ഞ് കിടന്ന കിടപ്പാണ്. എന്നാലും അവള് ഇഴയാണ് ചെയ്യണ. ആ കുട്ടി 2 കാലിൽ നിന്നിട്ട് ആ കുട്ടിക്ക് വേണ്ട ഭക്ഷണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവളെല്ലാം ഇതേമാതിരി പ്രസാദത്തിനെ കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും ഭഗവാൻ എൻ്റെ അടുത്ത് എത്തി. ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ആ കുട്ടി നിലനിൽക്കുന്നു. ഇപ്പോ അമ്മ ഇത് ചെയ്തവർക്കെതിരെ എന്തെങ്കിലും ലീഗൽ ആക്ഷൻ ആണോ ആഗ്രഹിക്കുന്നത്? അതോ അമ്മ ഇവിടെ നിന്ന് മാറാനാണോ ആഗ്രഹിക്കുന്നത്? തൽക്കാലം നമ്മൾ ലീഗൽ ആക്ഷൻ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കുട്ടികൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കണം. എനിക്ക് അതെന്തായാലും ഇതിന്റെ ഒരു എന്തെങ്കിലും ഇതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പ് നമുക്ക് എടുക്കണം. ഈ കുട്ടികളെ നാളെ കൊണ്ടുപോയിട്ട് ഞാൻ ചെല്ലുമ്പോഴുള്ളൊരു ഇതും ഇപ്പൊ ഞാൻ സംസാരിച്ചിവിടെ കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. സഡൻലി നമുക്ക് ഇവിടെ നിന്ന് മാറിയിട്ട് അവരെ ഹോസ്പിറ്റലിൽ എന്തായാലും ഒരു ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആന്റിബയോട്ടിക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അവർക്ക് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തു. ഇനി മറ്റവർക്ക് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം. അതോടൊപ്പം ടെസ്റ്റ് നടത്തണം. ആ രൂപത്തിലാണ് ഇപ്പൊ പോകുന്നത്. എനിക്ക് അത്രയും പറയാനുള്ളൂ. എനിക്കറിയില്ല. എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ ശക്തി തരട്ടെ. എനിക്ക് മനോബലം തരട്ടെ. ആത്മനിയന്ത്രണം തന്നില്ലെങ്കിൽ ആ മക്കളെ എനിക്ക്
പിന്നെ ഞാനും ഉണ്ടാവില്ല. എനിക്ക് വേണ്ടല്ല, ഇപ്പം വേണ്ട. ആ മക്കളുടെ കൂടെ ആ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നതാണ്. മക്കൾ നമ്മൾ അത്രയും ഭഗവാനോടുള്ള കമ്മിറ്റ്മെന്റിന് ഞാൻ കൊണ്ടുവന്നു. ഭഗവാനെ വിളിച്ചു ഞാൻ, ഭഗവാനെ ആ കുട്ടിക്ക് ജീവൻ കൊടുക്കണേ, അവർക്ക് വിഷമുണ്ടാവല്ലേ എന്നുള്ളത്. ഒന്നും നഷ്ടപ്പെടും, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മഹാരാജനെ വന്ന് കണ്ട് ആ ശക്തി എനിക്ക് കിട്ടും എന്നുള്ള നല്ല ഉറപ്പുണ്ട്. ആത്മബലം, ആ മനോനിയന്ത്രണം, മനസ്സിന്റെ നിയന്ത്രണം വിട്ടു കഴിഞ്ഞാൽ നാളെ ഞാൻ ഏത് രൂപത്തിലാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മഹാരാജന്റെ അടുത്ത് വന്നത്. ആ മനോനിയന്ത്രണമില്ലെങ്കിൽ നമ്മൾ നാളത്തെ നമ്മുടെ ലൈഫ് എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. എനിക്കറിയില്ല ഇനി എന്താ പറയാ. എനിക്കൊന്നും വേണ്ട, ഭക്ഷണത്തിന്റെ പോലും ഒരു ഇത് എനിക്കറിയുന്നില്ല. അല്ല, ഈ വിഷം കൊടുക്കുന്നവരുടെ ഉദ്ദേശം എന്താണ് അമ്മേ? അവര് നമ്മളവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യിക്കണം. കാരണം വെച്ചാല് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയുന്നില്ല. നമ്മൾ അവരുമായിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല, ഇത് അവര് ചെയ്തതിന്റെ ഇതില് നമ്മള് കാരണം ഇത്രയും ഇതായിട്ട് അവര് ചെന്ന വഴിക്ക് തന്നെ പറഞ്ഞു, നിങ്ങള് പശുമൃഗാദികളെ ബ്രാഹ്മിൻസായിട്ടാണോ വളർത്താൻ പോണത്? അപ്പം അങ്ങനെ ഇതിവിടെ എല്ലാം ഇത് കൊടുത്തവരെ വളർത്തിക്കൂടെ. പിന്നെ അവരവിടെ ചെന്ന് അവർക്ക് എന്തോ നമ്മളോട് ഒരു വൈരാഗ്യ ബുദ്ധിയാണ് അവർക്ക്. പക്ഷെ ഇത്രയും കുട്ടികൾ അവിടെ ഉള്ളപ്പോൾ ആർക്കും ഒരു ശല്യമില്ല. നമ്മൾ ആ ചുറ്റുവട്ടത്തിന് ആകെ 3 വീടേ ഉള്ളൂ. 3 വീട്, 2 വീട് ഈ വിഷം വെച്ച് പോയസം വെച്ച ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ അദ്ദേഹവും ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയും ഒത്തിരി അകന്നിട്ടാണ്. ഫ്രണ്ടിലാണ് ഒരു പ്ലോട്ട് കിടക്കുന്നത്. അപ്പൊ അതിലാണ് ചിലപ്പോ ഇവരൊരു വന്ന് എന്തെങ്കിലും ഇവര് പുല്ലുകൾ നിറച്ച് അവിടെ ഉണ്ട്. നിറയെ ഇവർക്ക് എന്തെങ്കിലും വരുമ്പോ ഒരു പുല്ല് നിറച്ച് ചിലപ്പോ അവിടെ കിടന്ന് ഒന്ന് കളിക്കാൻ ഇവര് ഗ്യാപ്പിൽ കൂടെ പോയി. അതാണ് 2 കുട്ടികൾ പോവാൻ കാരണം. നമ്മളിവിടെ താമസിക്കുന്നത് നമ്മളവിടെ പോകാതെ ഇവർക്കും ഈ സ്ഥലം ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു 50 കൊല്ലം പഴക്കമുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ വീട് എന്ന് പറഞ്ഞാൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ബാക്കൊക്കെ. പക്ഷെ ഈ 2 റൂമിനാണ് നമ്മളിപ്പോൾ 5000 കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കുട്ടികൾക്ക് വേണ്ടി നമ്മളെ ഒഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ പോകുന്നു. ഈ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടോ ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ടോ നമ്മൾ ഇന്ന് വരെ മറ്റിവരുന്നു ഒരു സഹായത്തിന് നമ്മൾ പോലും ഒരു നേരത്തെ ആഹാരത്തിന് പോലെ ഈ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പോയിട്ടില്ല. ആ നിലയ്ക്ക് ഇനി നമ്മള് വരുന്നു, ഭഗവാനെ കാണുന്നു. ഭഗവാന്റെ അവിടെ അന്നലക്ഷ്മിയില് ബാലൻസ് ഉള്ള അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗുരുവായൂർ അന്നലക്ഷ്മി ദേവസ്വം ഓഫീസ് ദേവസ്വക്കാർക്കും സെക്യൂരിറ്റി വിഭാഗത്തിനും നമ്മുടെ ടെമ്പിൾ പോലീസുകാർക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്നലക്ഷ്മിയിൽ ബാലൻസ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടെങ്കിൽ നമുക്കുള്ള കൊണ്ടുവരും കുട്ടികൾക്ക്. അവർക്ക് അത് താല്പര്യമാണ്. അത് കൊണ്ടുവന്ന് അവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്നേക്ക് തിങ്കൾ 8 ചൊവ്വ 9 ബുധൻ 10 ദിവസമായി ഞാൻ അവിടേക്ക് പോയിട്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കുട്ടികൾക്ക് ചുമ വന്നപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനത്തതല്ല. നേരത്തെ എന്തെങ്കിലും ഇവർക്ക് സ്പ്രേ പതുക്കെ പോയിസൺ ഉള്ളിൽ ചെന്നിട്ടുള്ളതായിരിക്കാം മഹാരാജ്. അപ്പൊ ഇവർക്ക് ചെറുതായിട്ട് സ്പ്രേ ഡോക്ടർ ഇന്നലെ പറഞ്ഞു ഇവര് ചെടിക്ക് കുട്ടികൾ കേൾക്കണ്ട. അതെന്തറിയോ നമ്മൾ പുറത്തുള്ളവർ കേൾക്കുമ്പോൾ അതൊരു പ്രയാസമാണ്. കാരണം അത് പ്രയോഗിക്കാനുള്ള ടെൻഡൻസി ഔട്ട് ഇതില് വരും. ഞാൻ പറഞ്ഞോളാം. അത് ഇതിൽ മഹാരാജ് പറഞ്ഞാൽ മതി. ഇന്നത്തെ ടെസ്റ്റിൽ അതാണ് കണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്നോട് ചോദിച്ചു ഇവിടെ കീടനാശിനി ഉപയോഗിക്കാൻ വരുന്നുണ്ടോ ഇവിടെ നമ്മുടെ സ്ഥലത്ത്. 30 സെന്റ് സ്ഥലമുണ്ട്. അതിൽ എല്ലാ വൃക്ഷങ്ങളും നിൽക്കുന്നു. തൊട്ടപ്പുറത്ത് വെറും ഭൂമികളാണ് കിടക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്താ 3 കൊല്ലമായിട്ടും അവിടെ കീടനാശിനി നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇതുണ്ടോ എന്തെങ്കിലും തെളിക്കാറുണ്ടോ? ഒന്നുമില്ല. ഒരു ഇതല്ല ഒരു സ്ഥലമല്ല. പിന്നെ എങ്ങനെ ഇവർക്ക് ഇവിടെ വിഷാംശം വന്നു എന്നതാണ് അതിപ്പോൾ പറയുന്നത്. നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുന്ന കീടനാശിനി സ്പ്രേ പതുക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ സൈഡ് എഫക്ട്സിൽ ഇവർക്ക് അത് പെട്ടെന്ന് ലങ്സിനും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ചുമയും ഇതും വരാനുള്ളത്. ഇന്നലത്തെ റിപ്പോർട്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹരേ കൃഷ്ണ. നല്ല വിഷമമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. ഇന്നിപ്പോൾ ലൈവ് ഇട്ടത് എല്ലാവരും അറിയാൻ വേണ്ടിയാണ്.
കാരണം ഇത്രയും ക്രൂരകൃത്യം അവർ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. എന്തിൻ്റെ പേരിലാണെങ്കിലും അവർക്ക് അമ്മ അവിടുന്ന് മാറണമെന്നാണ് ആഗ്രഹമെങ്കിൽ പോലും അമ്മ കുടിക്കുമോ? അത് എന്തെങ്കിലും സംസാരിച്ച് നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഇങ്ങനെ മൃഗങ്ങളെ കൊല്ലുകയെന്ന് പറഞ്ഞാൽ അതും ഗുരുവായൂരപ്പന് വളരെ വേണ്ടപ്പെട്ട കുട്ടികൾ എന്നാണ് അമ്മ കുറച്ച് വിശ്വസിക്കുന്നത്. അന്നേരം ഭഗവാന്റെ നടയിൽ തന്നെ വളർന്ന കുട്ടികളാണ്, ഭഗവാന്റെ പ്രസാദം കഴിച്ച് വളർന്ന നായ്ക്കുട്ടികൾ എന്ന് പറയാൻ പറ്റത്തില്ല. ഭഗവാന്റെ സ്വന്തം മക്കളെ പോലെയാണ്. ഭഗവാന്റെ നോട്ടത്തിൽ എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ മക്കൾ തന്നെയാണ്. കഴിക്കും അമ്മ, കഴിക്കും, കുറച്ച് കഴിക്കും, സമാനമായിട്ട് കഴിക്കും. നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കും. അതൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് അമ്മ ആദ്യം ആരോഗ്യത്തോടുകൂടി ഇരിക്കണം, സമാനമായിട്ടിരിക്കും. അങ്ങനെ കുട്ടികൾക്കും ഭക്ഷണം എന്തെങ്കിലും പ്രസാദം കൊടുക്കട്ടോ, അമ്മ ഇരുന്ന് കഴിക്കും. അന്നേരം ഇത് കഴിഞ്ഞ പ്രാവശ്യം അമ്മ വന്നപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സിമം ഹെൽപ്പ് ചെയ്തു. പക്ഷേ അമ്മ അന്നും ഭയപ്പെട്ടിരുന്നത് ഇതേ ഭയം തന്നെയായിരുന്നു. വീണ്ടും ഇതേപോലെ ഇപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് വിഷം കൊടുക്കുന്നത്. ഒട്ടും ശരിയല്ല ഒരു പ്രവൃത്തി. കാരണം ഡിസംബർ 1-ാം തീയതി കൊടുക്കുന്ന സമയത്ത് അത് നമ്മൾ കൺമുന്നിൽ രാവിലെ 9 മണിക്ക് കുട്ടികളെ ഇങ്ങനെ അഴിച്ചിട്ട് പറമ്പിൽ ഇവർ കിടന്ന് കളിക്കുന്നുണ്ട്. അഴിച്ച് 2-3 പേര് ആ ഒരു ഗ്യാപ്പിനാലെ പോയിട്ട് ഇവര് അവിടെ നിന്ന് അവിടെ പുല്ല്, നമ്മളെപ്പോഴും ഏത് പറമ്പിലും പുല്ല് നമ്മൾ ചെത്തി കഴിഞ്ഞ് നമ്മൾ ട്രാക്ടർ അടിച്ച് കഴിഞ്ഞാൽ ഇതിന് പുതുമണ്ണിന്റെ മണം വരും. അത് ഏത് പക്ഷിമൃഗാദികൾക്കും, എല്ലാ പക്ഷിമൃഗാദിയും ജീവജാലം ഭയങ്കര ഇഷ്ടമുള്ളത്. ആ ഗന്ധം ഇവർ ശ്വസിക്കാൻ, അത് പക്ഷിമൃഗം സാധാരണ അവിടെ കിടന്ന് ഉരുളും. കുട്ടികളും പൂച്ചക്കുട്ടികളായാലും പക്ഷികളായാലും ഇതൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതാണ് ഇവരങ്ങോട്ട് കടന്നത് ചെയ്തത് ഞാൻ കണ്ടു. മക്കളെ വലിയൊരു പ്രശ്നമായിട്ട് അമ്മ അറിയോ? എങ്ങനെ അറിയാം? അതെ അതെ, ഈ ടീച്ചർ നമ്മുടെ കൊറോണ സമയത്ത് ഗുരുവായൂരിൽ പാവപ്പെട്ട കുറെ തെരുവില് ആരും നോക്കാനില്ലാത്ത നായ്ക്കുട്ടികളുണ്ടായിരുന്നു. ചേട്ടനറിയാലോ, പറയൂട്ടോ. ടീച്ചർക്ക് ഓർമ്മയുണ്ടോ? ആനക്കോട്ടർ അവിടെ ഒരു വീടിനെ എടുത്തു അന്ന് ടീച്ചർക്ക് ഒരു 10-15 നായ്ക്കുട്ടികളുണ്ടായിരുന്നു. എന്നിട്ട് ഓണർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അല്ലേ ഞാൻ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു വീട്. ടീച്ചറും പിന്നെ വേറൊരാളും ഉണ്ടായിരുന്നു, പ്രായ ഒരു കാരണവരുണ്ടായിരുന്നു. പിന്നെ 2 കുട്ടികൾ വേറെ, ഒരു ആൺകുട്ടി. ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാ വീണ്ടും വീണ്ടും അവര് വിഷം കൊടുത്തോണ്ടിരിക്കുക പട്ടിക്കുട്ടികളെ. അന്നേരം നമുക്ക് ഒന്ന് സംസാരിക്കണം. 3ാമത്തെ പ്രാവശ്യമാണ് വിഷം കൊടുക്കുന്നത്. ഇവിടെ ചുറ്റുമുള്ള ആൾക്കാർ ആരൊക്കെയോ. അപ്പം ഡിസംബർ കഴിഞ്ഞ 2020 ഡിസംബർ ഈ 30-ാം തീയതി ഇപ്പോൾ അതിനിടയ്ക്ക് 2 കുട്ടികൾ പോയി അതിനിടയ്ക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഈ കുട്ടികൾ ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് നിർമ്മാലം തൊഴുത് കഴിഞ്ഞ് വന്നിട്ട് ഇവർക്ക് ഉപ്മാവും ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ 2 കുട്ടി സൂര്യ ഗായത്രി റാണിയുടെ മക്കള് 3 മാസം ആദ്യം കഴിക്കും, കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മൾ കഴിക്കും. ടീച്ചർ തലയിൽ മുടിയൊക്കെ പറ്റിണ്ടായിരുന്നല്ലോ, ഇത് മുടിയൊക്കെ പറ്റിണ്ടായിരുന്നല്ലോ ഇല്ലേ? എന്റെ പേര് സുരേഷ്. ഞാൻ വീട് എടുത്തുണ്ട്. സുരേഷിന്റെ വേറെ 2-3 പേരും കൂടി ഉണ്ടായിരുന്നു. ഓർമ്മ ടീച്ചർ നല്ല ഓർമ്മ. കുറച്ച് കാലമായി, ഇത് 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടോ? 4 കൊല്ലം പോരാ, 2000 നമ്മള് അവിടെ 1 വർഷം, ഇവിടെ വന്നിട്ട് 3ാമത്തെ 4 വർഷം. നമ്മൾ കഴിക്കും, നമ്മൾ കഴിക്കും. ഇത് നമുക്ക് എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അപ്പോ എന്താന്നറിയാം, വിളിച്ചോ. അന്നേരം ഇത് 3ാമത്തെ പ്രാവശ്യമാണ് വിഷം കൊടുക്കുന്നത്. കെട്ടിയിട്ട് വളർത്തുന്നില്ലേ? ആ വീട്ടിൽ തന്നെയാണോ? അല്ലല്ല, അവിടെ നമ്മൾ 1 കൊല്ലം കഴിഞ്ഞു. 12 ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നേരെ തമ്പുരാൻപടിയിൽ ഒരു സ്ഥലം കിട്ടി. മാനാട് ഫുൾ ഇതാണ്, പറമ്പാണ്. ഇതായിട്ട് കെട്ടിയിട്ടുണ്ട്. എത്ര കുട്ടികളുണ്ട് ഇപ്പോ? 17 പേര്. 17 പേരിൽ ഒരാള് മത്സ്യപ്പെട്ടു. അത് 4 പപ്പീസ്. 15 നായ്ക്കുട്ടികളുണ്ട്. പക്ഷെ അവര് നന്നായി നോക്കുന്നുണ്ട്. പക്ഷെ പൊതുജനങ്ങൾക്ക് ശല്യം രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി. അല്ല, അതിന് പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടെങ്കിൽ അതെന്താ ചെയ്യേണ്ടത്? കംപ്ലൈന്റ് അല്ലേ കൊടുക്കേണ്ടത്? വിഷം കൊടുക്കുന്നത് ശരിയാണോ? അത് സർക്കാരിന്റെ നിജത്തിൽ നമുക്ക് അറിയില്ലല്ലോ. 3ാമത്തെ പ്രാവശ്യം കൊടുക്കുന്നത്. എത്ര കുട്ടികൾ ചത്തു? അതില് 1 ശംഭു, സൂര്യൻ, ഗായത്രി ആദ്യം പോയത്. ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുക. ഡെഡ് ബോഡി അതിനകത്ത് ഇരിപ്പുണ്ട് വണ്ടിയിൽ. ആ
ഞാൻ വരും 9:30 പോയി. അത് ഛർദിച്ച് വിഷം ഛർദിച്ച് ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുകയാണ്. എപ്പോഴും ഇവരെ കൊണ്ടുപോകുന്ന അവിടേക്ക് വണ്ടിയിലുണ്ട് 3 എണ്ണം ആവശ്യമായിട്ട് കിടക്കുക. ഒരെണ്ണം മരിച്ചു. ഒരു കുട്ടി പോയി. ചേട്ടൻ കയറി ആ രണ്ട് കുട്ടികള് ഇപ്പൊ ഇത് കൊടുത്ത് മയക്കത്തിലാണ്. കുഴപ്പമില്ല, അവര് കണ്ടപ്പോ കുടിച്ചു. ആ ശരി. 3ാമത്തെ പ്രാവശ്യം കേട്ടോ ഇങ്ങനെ. എന്നിട്ട് അമ്മ കേസ് കൊടുത്തു. എന്നിട്ട് ചേട്ടൻ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം അവിടെ ചെന്ന് ചോദിക്കുക. അവർക്ക് നമുക്ക് അവിടെ നിന്ന് മാറണ്ട എന്നല്ല, ഒരു ഉചിതമായിട്ടുള്ളൊരു സ്ഥലം കിട്ടിയാൽ നമ്മൾ മാറാൻ തയ്യാറാണ്. ഇപ്പൊ ലാസ്റ്റ് ടൈം അമ്മയ്ക്ക് പറഞ്ഞു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് എന്നെ എന്റെ മക്കളെ നോക്കിയിട്ട് വരട്ടെ. അമ്മ കഴിക്കും, സമാനമായിട്ട് കഴിക്കാം. കഴിച്ചിട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. കഴിക്കും അമ്മ, കഴിക്കും. അല്ലല്ല കഴിക്കും. കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യം അങ്ങനെ എഴുതാന്ന് രീതിയിൽ കഴിക്കും. ആദ്യം സമാനമായിട്ടിരുന്ന് കഴിക്കും. അന്നേരം ശരിയാണ്, ഒരു ലാൻഡില് അമ്മ കഴിക്കാമേ. ലാൻഡില് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓണറിന് സംസാരിക്കാം. പക്ഷെ മിണ്ടാപ്രാണികളെ ഇങ്ങനെ കൊല്ലുന്നത് ഭയങ്കര ദ്രോഹമല്ലേ? എത്ര വലിയ ദ്രോഹമാണ് അവർ ഇത് ചെയ്തത്. ഭയങ്കര മോശമാണ്. ഇപ്പോൾ ലൈവിൽ വന്ന ഭക്തരുടെ ശ്രദ്ധയ്ക്കായിട്ട്, ഈ ഒരു അമ്മ കൊറോണ സമയത്ത് ആരും നോക്കാനില്ലാത്ത നായ്ക്കുട്ടികളെ അമ്മ സംരക്ഷിക്കുമായിരുന്നു. അത് ദേവസ്വം ബോർഡുകാരും ഒരുപാട് അഭിനന്ദിച്ചു, അവിടുത്തെ ലോക്കൽ പോലീസുകാരും എല്ലാവരും. എന്നിട്ട് അമ്മ തന്നെ ഒരു വീട് വാടകയെടുത്ത് അമ്മ തന്നെ വാടക കൊടുത്ത് അവരെ സംരക്ഷിച്ചു വരികയാണ് കഴിഞ്ഞ 4 വർഷമായിട്ടല്ലേ അമ്മേ? 4 വർഷം. എന്നിട്ട് ഫെബ്രുവരി 14 മാർച്ച് 6 4 വർഷം കഴിഞ്ഞു. എന്നിട്ട് ഇതിനുള്ള ഭക്ഷണമൊക്കെ അമ്മ ഗുരുവായൂരിൽ തന്നെ മുനിസിപ്പാലിറ്റി അവർക്ക് ഇത് കൊടുത്തു. കഴിഞ്ഞ വർഷം വന്ന അവർക്ക് പേവിഷബാധയുടെ എല്ലാവരും അവര് നേരിട്ട് വന്നിട്ട് തന്നെ കൊടുത്തു. മുനിസിപ്പാലിറ്റിക്ക് എതിർപ്പൊന്നും ഇല്ലല്ലേ? മുനിസിപ്പാലിറ്റിക്കാർക്ക് എതിർപ്പത്തിന് അവര് കാരണം ഒരു വിഷമവും ഇല്ല അവിടേക്ക്. മറ്റുള്ള ആൾക്കാർക്കും വിഷമില്ല. ഈ 2 വീട്ടുകാർക്കും നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, ഷിഫ്റ്റ് ചെയ്യാനാ. ഇനി ഇവർക്ക് അതിന്റെ ആവശ്യമില്ല, ഇത് വേറൊരു വീട്ടുകാരാണ്. അപ്പൊ ഇവര് കിടക്കുന്നത് വേറൊരു സൈഡിൽ, ആ സൈഡിൽ വന്ന് ഓണറിന് ഒരു പ്രശ്നവുമില്ല. ഓണറിന് വാടക കൊടുക്കും. ഇനിയിപ്പോ ഇവര് പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മള് മാറിയേ പറ്റും. പക്ഷെ ആദ്യം അവർക്ക് പ്രശ്നമില്ലായിരുന്നു അല്ലേ? അവർക്ക് ആദ്യം 6 മാസത്തേക്ക് ഞാൻ ആ വീട് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ, വെറും 6 മാസത്തേക്ക്. ഇപ്പൊ ഞാൻ താമസം 3 വർഷമായി. ഈ 3 വർഷത്തിൽ ആ എഗ്രിമെന്റ് പുതുക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഞങ്ങൾ തമ്മിൽ. പക്ഷെ ഇപ്പൊ ഇവര് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവര് മാറിയേ പറ്റുള്ളൂ എന്ന് ഇവര് പറയില്ല. നമുക്ക് വലിയ ഗഡ്സാന്ന് അവര് പറയുന്നത്. ഗുരുവായൂർ ഇത്രയും ഗഡ്സിൽ ഒരാളും വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതാണ്. ഞാനല്ല ഗഡ്സ്, എനിക്ക് തരുന്ന ശക്തി, ആ ശക്തിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അവർക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാനല്ല. നമ്മളായിട്ട് ഒന്നും ഒരു ആളെ നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല, ഒരു കർമ്മങ്ങൾക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ അവർക്ക് വന്ന അനുഭവങ്ങള് അവര് തരംതിരിക്കുന്നത് ഈ രൂപത്തിലാണ്. എനിക്കറിയില്ല ഗുരുവായൂരപ്പ ഭഗവാന്റെ ഇതിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവര് ഇന്ന് എന്തെങ്കിലും ആ മക്കൾക്ക് എന്തെങ്കിലും പറ്റില്ല, ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഞാൻ പറയാണ്. ഇനി ഞാനുണ്ടാവില്ല, എന്റെ മക്കളോട് കൂടി തന്നെ ഞാനും പോകുവിടുന്നു. മതി, എനിക്ക് ലൈഫ് മതി. ഒന്നിനു വേണ്ടി ആഗ്രഹിച്ച് ജീവിക്കുന്ന വ്യക്തിയല്ല. എല്ലാം 13 വയസ്സ് മുതൽ ചിന്മയ മിഷനിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ്, ചിന്മയ മിഷനിലാണ് എന്റെ എഡ്യൂക്കേഷൻ അല്ലാണ്ട് 13 വയസ്സ് മുതൽ ആദ്യമേ ലെവലിൽ കൂടെ വന്ന് ആ ജീവിതം എന്താ, ജീവിതത്തിനെ കുറിച്ച് നമ്മൾ അനുഭവിച്ച് ശരീര മനോബുദ്ധിയെ കുറിച്ച് മനസ്സിലാക്കി അവിടുന്ന് ജീവിതം വേണ്ട. ഞാൻ അവിടുത്തെ ഡിഗ്രി കഴിഞ്ഞു. അവിടുന്ന് അവിടെ യോഗേന്ദ്രയുടെ മെമ്പറാണ്, ആജീവന്റെ മെമ്പറായിരുന്നു. എങ്കിലും അതൊന്നും കൂടെ നമ്മൾ എന്താണോ നമ്മൾ അറിയുന്നത്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെ ശരീര മനോബുദ്ധിക്ക് ഏത് വേണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഗൃഹസ്ഥാശ്രമം വേണ്ട എന്ന് വെച്ചുകൊണ്ടുള്ള ജീവിതമാണ്. കഴിക്കോ സമാനമായിട്ട് കഴിക്കാം. അന്നേരം അല്ല അമ്മ കഴിക്കൂ. കഴിച്ചില്ലെങ്കിൽ ആരോഗ്യം അങ്ങനെ ആയിരിക്കുന്ന. കഴിക്കും, സമാനമായിട്ട് കഴിക്കും. ഇപ്പൊ അവരെല്ലാം ഗ്രില്ലിന്റെ അകത്ത് പൂട്ടിയിട്ടിട്ട് ഇല്ല, ഒന്നും സംഭവിക്കത്തില്ല. ഭഗവാൻ നമുക്ക് എന്തെങ്കിലും നോക്കാം കേട്ടോ. അമ്മ കഴിക്കൂ. മഹാരാജ് ഇന്നലെ എത്തിയോ? ഇന്നലെ എത്തി. അമ്മ കഴിക്കൂ. അല്ല, അമ്മ കഴിക്കൂ, നമുക്ക് നോക്കാം, വഴി ഒപ്പിക്കാം. അന്നേരം അല്ല കഴിക്കൂ അമ്മ, സമാനമായിട്ട് കഴിക്കും, കുഴപ്പമില്ല അമ്മ. അമ്മ കഴിക്കൂ. അന്നേരം
ഞാൻ പറഞ്ഞു വന്നത് ഭയങ്കര ക്രൂര പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. എന്തിൻ്റെ പേരിലാണെങ്കിലും അവർക്ക് കാശാണെങ്കിൽ അത് എവിടുന്നെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ മിണ്ടാപ്രാണികളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ദ്രോഹമാണ്. അമ്മ പറഞ്ഞതനുസരിച്ച് മുനിസിപ്പാലിറ്റിക്കാർക്ക് ഇഷ്യൂ ഒന്നുമില്ല. പാവപ്പെട്ട മിണ്ടാപ്രാണികളാണ് അവർ. സത്യം പറഞ്ഞാൽ ഗുരുവായൂരിലെ ആ ഒരു 4 നടയിലും അവിടെ ഇവിടെയും ഇങ്ങനെ കിടക്കുമായിരുന്നു. അന്നേരം അമ്മ അവരെ സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി. അത് ഏറ്റവും നല്ല കാര്യമല്ലേ? എന്നിട്ട് അവർക്ക് നോൺ വെജ് കഴിക്കാൻ പോലും ആ നായ്ക്കുട്ടികൾക്ക് താല്പര്യമില്ല. അവർ കഴിക്കുന്നത് ബിസ്ക്കറ്റും അതും ഇതൊക്കെയാണ്. അവരുടെ ആരോഗ്യമൊക്കെ നന്നായിരിക്കുന്നു. അമ്മ അവർക്ക് വേണ്ടി സോയ അതൊക്കെ കൊടുക്കാറുണ്ട്. ഇങ്ങനെ പാവത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? ഇത്രയും നല്ല പാവം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ജീവിതം നിസ്വാർത്ഥമായിട്ട് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു ഭക്തയാണ്. ഇതൊക്കെയാണ് ഭക്തി എന്ന് പറയുന്നത്. അന്നേരം ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എന്തായാലും സംസാരിച്ച് നോക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് അവിടുന്ന് നായ്ക്കുട്ടികളെ മാറ്റുക എന്നതാണ്. ഉചിതമായിട്ടുള്ള ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോകേണ്ടി വരും. അവിടെ അമ്മയ്ക്ക് സമാധാനത്തോടു കൂടിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇനിയെങ്കിലും കുട്ടികളെയൊക്കെ സംരക്ഷിച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ നോക്കുന്നത്. അന്നേരം ഞാനും നോക്കാം എന്താ ഒരു വഴിയെന്ന്. എവിടെയെങ്കിലും നമുക്ക് കുറച്ച് ഓപ്ഷൻ സ്ഥലമോ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ അതിലോട്ട് ഈ കുട്ടികളെ മാറ്റാമെന്ന് വിചാരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ മക്കളാണ് ഇവർ എന്നതിനൊരു സംശയമില്ല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തുള്ള എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. അന്നേരം ഗുരുവായൂർ നടയിൽ ഇത്രയും കാലം അവിടെ ജീവിച്ച കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കും സമാനമായിട്ട് കഴിക്കും. അന്നേരം അതൊന്നും ഒരു നിസ്സാര ജന്മങ്ങളല്ല, പുണ്യജന്മങ്ങൾ തന്നെയാണ്. പക്ഷെ ആരാണെങ്കിലും അവർക്ക് വലിയൊരു വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ഒരു മനുഷ്യർക്കെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ വലിയൊരു തെറ്റാണ്. ഇത് മിണ്ടാപ്രാണികൾ, തിരിച്ചൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത മിണ്ടാപ്രാണികളെ എന്തായാലും ആനിമൽ റൈറ്റ്സ് വഴി നമ്മൾ നോക്കിയിരുന്നോ അമ്മേ? ആനിമൽ പ്രൊട്ടക്ഷൻസിൻ്റെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ നോക്കിയിരുന്നോ? മൃഗസംരക്ഷണ വകുപ്പ് വകുപ്പിനോടും സംസാരിക്കാത്ത എന്താ അമ്മ? നമുക്ക് നോക്കാം. അമ്മ കഴിക്കും. അതെന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഈ ലൈവ് മാക്സിമം ഷെയർ ചെയ്യൂ. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഒരാളും ഇങ്ങനെ ക്രൂര കൃത്യം ചെയ്യാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ഒരു ദിവസം ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. ചേട്ടാ കണ്ടോ? ചേട്ടാ ഒന്ന് പോണം അമ്മയുടെ വീട്ടിലെ കേട്ടോ. അവിടുത്തെ സ്ഥിതി എന്താണെന്നൊന്ന് നോക്കിയിട്ടേ അവിടുത്തെ വേണമെങ്കിൽ ചേട്ടൻ്റെ ആരെങ്കിലും കുട്ടികൾ ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോയിക്കാം കേട്ടോ. ഞാൻ വരണമെങ്കിൽ ഞാനും വരാം കേട്ടോ. എന്നിട്ട് പിന്നെ ചുറ്റുമുള്ള ആൾക്കാരോട്ടൊന്ന് സംസാരിക്കൂ. കുറച്ച് നാളെങ്കിലും നമുക്കൊരു സമയം തരാൻ അഭ്യർത്ഥിക്കൂ. ഒരു ഓണറിന് പ്രശ്നമില്ല, ചുറ്റുപാടുള്ള മറ്റുള്ളവർക്കാണ് പ്രശ്നം. ഇല്ല ഓപ്പോസിറ്റ് ആ 4 അടി വഴിയിലാണോ? ആ മരങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്നില്ലേ, അവിടെ നമ്മൾ നീങ്ങിയിട്ട് വലിയൊരു വീടുണ്ട് മരിഗോപി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അവരെ മതിലും അവരെന്നെ ഉള്ളൂ ആ വീട്. പിന്നെ നമ്മളാണ് പിന്നൊക്കെ പറമ്പ് കിടക്കുന്നത്. അപ്പം ആ പറമ്പിൽ ഇത് ആർക്കും ശല്യമൊന്നുമില്ല, ശല്യമില്ലല്ലോ. നമ്മളെ വിട്ട് വെച്ച് രാത്രി ഞാൻ വിടാം. മറ്റേ ഒരു 7:30 കഴിഞ്ഞ് 8 മണി 9 മണിയാകുമ്പോൾ അവരൊക്കെ കിടക്കുമ്പോൾ 9 മണിക്ക് രാത്രി വിട്ട് അവർ പോയി കഴിഞ്ഞാൽ അരമണിക്കൂറുണ്ട് വന്ന് അവരകത്തേക്കാക്കി. അകത്താണ് കിടക്കുന്നത്. അവർ എന്നോടൊപ്പം തന്നെ കിടക്കും. എന്തായാലും കഴിക്കാമേ. ചേട്ടൻ പോയെന്ന് നോക്കൂ കേട്ടോ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കേട്ടോ. അവര് ചുറ്റുപാടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി പ്രശ്നമുണ്ട് എന്നിട്ട് അല്ല എന്തായാലും ഭയങ്കര മോശമല്ലേ അവര്? 3ാമത്തെ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നു. നമ്മൾ ഈ ഗുരുവായൂരിൽ അന്നദാനം കൊടുത്തോണ്ടിരുന്നപ്പോൾ അമ്മ വിശന്നിരുന്നപ്പോൾ ഒരു പ്രാവശ്യം ഈ പൊതിച്ചോറ് കഴിച്ചു അമ്മ. എന്നിട്ടാണ് അമ്മ ഇവിടെ വന്നത്. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു. അന്നേരം ഭഗവാന്റെ മക്കളെ പോലെയാണ് അമ്മ ഇവരെ നോക്കുന്നത്. നായ്ക്കുട്ടികളെ കംപ്ലീറ്റ് നോക്കുന്നത് എങ്ങനെയാന്ന് എനിക്കറിയാം. പക്ഷെ അത് നമ്മളെ ഇത്രയും നായ്ക്കുട്ടികളെ വളർത്തുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കടമ ഉണ്ട്. നമ്മളവരെന്നെ റെഡിക്ക് കയറി നല്ല കൂടും സൗകര്യങ്ങളിൽ ചെയ്യണം ടീച്ചറെ. ഇപ്പോഴത്തെ ആൾക്കാർ വെച്ചാൽ നടന്നു പോണ വീട്ടിലുള്ള നായനെ വരെ ഓടിച്ച് കല്യാണ ആൾക്കാർ.
അല്ല അമ്മയുടെ ഒന്നും ഇല്ല അമ്മ ചേട്ടാ, അതാണ് ഒരു പ്രശ്നമായി. ടീച്ചർക്ക് ശമ്പളം എന്തൊക്കെ കിട്ടുന്നതാണ്? എവിടെ ടീച്ചർക്ക് ഇതൊക്കെ ഉണ്ട്, പെൻഷനൊക്കെ ഉണ്ട് ഇല്ല, ഞാൻ പ്രൈവറ്റിലല്ലേ പോകുന്നത്. അല്ലേ? പിന്നെ ഇപ്പൊ ഒന്നുമില്ല. കാരണം പിന്നെ ഇപ്പൊ മറ്റേ ഹെൽത്ത് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതിന്റെ ഏജൻസി, അങ്ങനെ അത് ഡേ ടു കാര്യങ്ങൾക്ക് നമുക്കപ്പം അതിനും പോകുന്നില്ല. കുട്ടികളൊക്കെ പോറ്റാൻ എവിടുന്ന പൈസ? ഇവര് പലരും നമുക്ക് സഹായിക്കുന്നുണ്ട്. അരി കാര്യങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവരെ കാര്യത്തിൽ ഒരു വിഷമമില്ല. അന്നലക്ഷ്മിയിൽ നിന്ന് ഇവർക്ക് വേണ്ട ചോറും കാര്യം ഞാൻ അവിടെ നിന്നൊക്കെ തന്നെ അവരവിടെ അറിയാം. അവർക്ക് എല്ലാവർക്കും ഈ മക്കൾക്ക് വേണ്ടി ഇവർക്ക് ഒരു എന്റെ മക്കൾക്ക് ഇന്ന് എന്തിനാ വെച്ചാൽ ഞാൻ നേരെ ചെല്ലും. നമുക്ക് ടീച്ചറെ വിളിച്ചല്ലോ വന്നിട്ട് ഞാൻ സംസാരിക്കാം, പ്രശ്നം നോക്കാം. ഇന്നൊന്ന് ചെന്ന് നോക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ളതിനും വിഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുനിസിപ്പാലിറ്റിയൊക്കെ ഒന്ന് അറിയിച്ചാല് അതിൻ്റെതായ ഒരു ഗൗരവം ഉണ്ടാവും. കാര്യം കൊല്ലാൻ പാടില്ല, അതിനൊന്നും ഭയങ്കര ദ്രോഹമല്ലേ കേട്ടോ. എനിക്ക് എന്താ വിഷമം പറ്റുന്ന വെച്ചാല് നമ്മുടെ ഫോൺ പ്രഭുവിനെ കാണിച്ചു ജീവൻ കൊടുക്കണവർക്ക് വരെ കൊല്ലാൻ അധികാരമില്ല. നമുക്ക് ജീവൻ ഒന്നിനും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കൊല്ലാൻ പറ്റുന്ന തെരുവിൽ കിടക്കുന്നൊരു സാങ്കുടിച്ചപ്പോ ഓടി വന്നു. അല്ല, ഈ അമ്മ വന്നിങ്ങനെ കരഞ്ഞപ്പോഴേ നമുക്ക് എങ്ങനെയാ ചേട്ടാ അത് നമുക്ക് എന്തെടുക്കാൻ ആളെ നോക്കട്ടെ. അല്ല, ഇന്ന് തന്നെ ഒന്ന് പോണ ചേട്ടാ. നെറ്റിന് പോയി അവിടെ ആയിരുന്നു ഈ 1.5 കഴിക്കണ ഒരു ഏരിയ. അല്ല ടീച്ചറെ നമ്മുടെ മഠത്തിന്റെ തൊട്ടുള്ള ഒരു ഗവൺമെന്റ് ആ മരമില്ലിന്റെ ഓപ്പോസിറ്റ് 4 അടി വഴിയല്ലേ? നമുക്കൊന്ന് പോയിട്ടേ അവിടെ എന്താ സംഭവം നോക്കാം കേട്ടോ. ജസ്റ്റ് വേണമെങ്കിൽ പോവാം. പോയിട്ടേ അവിടെ അല്ല ഇപ്പോഴത്തെ എന്താ പറയുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്കും അവിടെ അവിടെ ഉള്ള ബാക്കിയുള്ള കടിക്കുവോ അതുണ്ട് മരണമാനുണ്ട്. ഒരാൾക്കല്ല ഇവർക്ക് ടീച്ചർ ഞാൻ വീട് എടുത്തോളൂ. ആനക്കോട്ട 16 വർഷം 1 ഏക്കർ പറമ്പുണ്ട്. ഇത് നല്ലൊരു ഓട് വീട്, നല്ല സൗകര്യമുള്ളത്, 2-4 റൂമൊക്കെ ഉണ്ട്. ഉമ്മാർക്കും ഹാളിലും ഒക്കെ നായ്ക്കുട്ടികൾ, അത്യാവശ്യം നായ്ക്കുട്ടികളുണ്ടായിരുന്നു. എൻ്റെ ടീച്ചറാന്ന് അത്യാവശ്യം നായ്ക്കുട്ടികളുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ എന്ത് പറ്റി? ഓണർക്ക് അവിടേക്ക് വരാൻ പറ്റുന്നില്ല. പിന്നെ ഓണർക്ക് പറമ്പിലേക്ക് വരണ്ട. അല്ല, ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ കൂട് കെട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം. കൂട് കെട്ടി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് ശല്യം ഉണ്ടാവില്ല. അല്ല, ശല്യം ആണെങ്കിൽ അല്ല ഇപ്പൊ അല്ല ഏട്ടാ ഞാൻ പറയുന്നതേ, അല്ല അമ്മ ഞാൻ പറയട്ടെ, ഇപ്പൊ തെരുവിൽ എത്രയോ നായ്ക്കളുണ്ട്. അവര് ശല്യമാണെന്ന് പറഞ്ഞ് നമുക്ക് വിഷം കൊടുക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ബാക്കിയൊന്നുമല്ല. ഇപ്പൊ ഈ നായ്ക്കൾ പുറത്തു പോയി ആരെങ്കിലും കടിക്കുന്നുണ്ടോ? ഒന്നുമില്ല. 3 കൊല്ലം ഞാൻ താമസിക്കണം. ഇവർക്ക് 3 കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ അവിടെ ഉണ്ടാവുക? അല്ലെങ്കിൽ പിന്നെ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് കൊണ്ടുപോകത്തില്ലായിരുന്നോ? അപ്പൊ 4 വർഷമായിട്ട് അവിടെ നിൽക്കുകയല്ലേ. അമ്മയ്ക്ക് ഓൾറെഡി മുനിസിപ്പാലിറ്റിയിലൊക്കെ നല്ല സംസാരമുണ്ട്. എന്നാലും ഇത് ഗുരുവായൂരിൽ ആരും നോക്കാനില്ലാതെ ഗുരുവായൂരിൽ കറങ്ങി കിടന്ന നായ്ക്കുട്ടികളാണ്. ആരും ചെയ്യാത്തൊരു കാര്യമാണേ. ഭയങ്കര ഒരു നിസ്വാർത്ഥ സേവനമാണ് അമ്മ ചെയ്യുന്നത്. അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയുടെ കാര്യം നോക്കിയിരിക്കാം. പെൻഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പിന്നെ അതൊന്നല്ല കുട്ടി, അതൊക്കെ നമ്മൾ ആരുടെയും പറഞ്ഞ അമ്മ കഴിക്കൂ. മക്കൾക്ക് വന്നു കഴിഞ്ഞ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാനല്ല ഇരിക്കുന്നത്. പിന്നെ എനിക്കറിയില്ല അവസ്ഥ. സത്യമാണ്, ഈ അന്നം താനാ സത്യം, ഗുരുവായൂരപ്പനാണേ സത്യം. ഈ ഞാനാവില്ല ഇവിടെ ഇരിക്കുന്നത്. ഒരാളെ ഞാൻ ഐ ആം നോട്ട് എഫ്രൈഡ് ഓഫ് എനി പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ഐ ആം അലോൺ ലിവിംഗ് ദിസ് ഹിയർ. ഐ ആം ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ വുമൺ, ദാറ്റ്സ് ഓൾ. പക്ഷെ ഈ ഗഡ്സാണോ ഇവരെന്നെ തകർക്കാൻ നടക്കില്ല. നമുക്ക് നമ്മുടെ ഗുരുക്കന്മാര് നമുക്ക് തന്നിട്ടുള്ള ആ ശക്തി ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഞാൻ വെറുതെ അല്ല ഈ ഗൃഹസ്ഥാശ്രമം വേണ്ട വന്ന് നമ്മൾ ഈ രൂപത്തിൽ പ്രകൃതി മാതാവിനെ രക്ഷിക്കാൻ തന്നെ ഞാൻ വന്നത്. ഒരു വാടക വീടെടുത്തോ അല്ലെങ്കിൽ അതിൽ താമസിച്ചോ മറ്റുള്ളവരെ അതൊന്നുമല്ല, എനിക്കതൊന്നും ആവശ്യമില്ല. പക്ഷെ എന്റെ ഈ കുട്ടിയുടെ കമ്മിറ്റ്മെന്റ്, ബെഹാനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നമുക്ക്. ആ കമ്മിറ്റ്മെന്റ് നിർവഹിക്കാത്തോളം കാലം ഒരു മനുഷ്യനും അവന് കൊടുക്കേണ്ടത് കിട്ടുന്നത് അവര് അല്ല കേട്ടോ. ഇപ്പോ ഇത് പെൻഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു മനസ്സ് ആർക്കെങ്കിലും തോന്നുമോ? ഇത് വലിയൊരു മനസ്സല്ലേ.
ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മൃഗങ്ങളില് ഈ കുട്ടികൾ. അല്ല, നമ്മളെല്ലാവരും സ്നേഹിക്കേണ്ടതല്ലേ? ഇന്നലെ കേസായിട്ട് ആരും നോക്കാണ്ട് ഉണ്ണി വന്ന് കുറേ 4 ദിവസം മുന്നേ ടയറിന്റെ അടിയിൽ ഒരു നായ്ക്കുട്ടി വെട്ടി. ഇത്രേ ഉള്ളൂ. അപ്പൊ എന്നോട് മക്കളൊക്കെ പറഞ്ഞു, സൂര്യയുടെ അച്ഛാ വീട്ടിൽ കൊണ്ടുപോയി ഒന്നിനെ തന്നെ പ്രശ്നമാണ്, ശല്യം ചെയ്യുന്നത്. ഞാൻ അതിനെ അടുത്തിപ്പോ 2 മുട്ടയും ഒരു 4 പാലും അതിനെ ഡെയിലൊന്ന് ഡെവലപ്പായിട്ട് നമുക്ക് വിടാം, ഒന്ന് വലുതായിട്ടേ. അതായത് നമ്മള് ഒരു ജീവജാലങ്ങളെയും ദ്രോഹിക്കരുത്. ഇത് അമ്മ ഇത്രയും കെയർ ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങനെ വിഷം കൊടുക്കാന്ന് പറഞ്ഞാൽ ശരിയാണ്. എനിക്ക് ബാലൻസ് ഇല്ല, ഉണ്ണിയെ വിളിക്കാൻ പറ്റുന്നില്ല. അവരൊക്കെയാണ് ഇപ്പൊ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അവിലോ പാലും കാര്യങ്ങളെല്ലാം കൊണ്ട് തരുന്നു. ഇവർക്ക് വേണ്ടി എന്ത് വിഷമം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരപ്പ എല്ലാവരും നമുക്ക് സഹായിക്കുന്നുണ്ട്. 9:00 അല്ല, അതൊക്കെ നമുക്ക് നോക്കാം. അമ്മ കഴിച്ചിട്ടേ വീട്ടിൽ പോയി മക്കളെ ഒന്ന് മരിച്ചു, കംപ്ലീറ്റ് ബ്ലഡ് പതിയായിട്ട്. പ്രശ്നം തന്നെ, അല്ലാണ്ട് ഇപ്പൊ അങ്ങനെ വരില്ല. ഹരേ കൃഷ്ണ. അന്നേരം ഞാൻ ഈ ലൈവ് ഇട്ടത് വേറൊന്നുമല്ല, ഇവിടുത്തെ അവസ്ഥ, ഈ അമ്മയുടെ അവസ്ഥ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മാക്സിമം ഈ ലൈവും ഷെയർ ചെയ്യൂ. എന്നിട്ട് ഇത് എന്തായാലും എന്തിന്റെ പേരിലാണെങ്കിലും ഭയങ്കര ദ്രോഹം തന്നെയാണ് ചെയ്തത്. ഞാൻ പറയട്ടെ മഹാരാജ്, ഇവര് മുനിസിപ്പാലിറ്റിയില് കേസ് സിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 4ാമത്തെ 5ാമത്തെ സിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവർക്ക് ഒരു ആനുകൂല്യം ഇവർക്ക് കിട്ടിയിട്ടില്ല. ഇവർ പറയുന്നത് കളക്ടർ അടുത്ത് പോയിട്ട് പോലും നിങ്ങളുടെ പേരിൽ ഒരു ഇത് എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന വ്യക്തിയെ ഏത് രൂപത്തിൽ നശിപ്പിക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എന്റെ മനോവേദന ഈ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നാലാണ്. അവർ കളക്ടർ അടുത്ത് പോയിട്ട് ഒരു ഹർജിയൊക്കെ ഇതൊക്കെ ഇത്രയും ആൾക്കാരെ എന്തുകൊണ്ട് ഞാൻ അവിടെ വന്ന് ഒരു 3 മാസം 90 ദിവസം കഴിഞ്ഞാൽ ഇവരുടെ ഇത് റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. ഇവരാരും ചെയ്തിട്ടില്ലല്ലോ. 4 വർഷം ഈ വരാൻ പോണേ, 3 വർഷം കഴിഞ്ഞിരിക്കണം. എഗ്രിമെന്റ് പോലും ഞാൻ ഇതായിട്ടില്ല. കാരണം അത്രയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പോകുന്ന നമുക്ക് ഈ ഒരു പ്രവർത്തനം സഹിക്കാവുന്ന കൂടുതൽ എന്നെ ഇവർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വിഷമില്ല. സിറ്റിങ്ങിന് ഒരു മുനിസിപ്പാലിറ്റിക്കാരായിട്ട് സംസാരിച്ചു. അവര് എന്നോട് കോംപ്രമൈസിന് ചെല്ലാൻ പറഞ്ഞു. എനിക്ക് കോംപ്രമൈസിൽ ഇവരുടെ പൈസയൊന്നും എനിക്ക് വേണ്ട, ഭഗവാൻ തരാന്ന് വെച്ചെങ്കിൽ ഭഗവാനെ ഇതുണ്ട്, ഭഗവാനെ പോലെ ആ രൂപത്തിൽ തരാമെന്നത് എനിക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാം, എനിക്കല്ല ആവശ്യം. അപ്പൊ ഇവര് കോംപ്രമൈസിന് ചെല്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നില്ല. 3 പ്രാവശ്യം 4 പ്രാവശ്യം വിളിച്ചു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സോണൽ ഓഫീസിൽ നിന്ന് വിളിച്ചു. അവിടെ ചെന്ന് ഞാൻ സെക്രട്ടറിയെ കണ്ടു, ചെയർമാനെ കണ്ടു. ഒറ്റയ്ക്കല്ല, ഭഗവാൻ കൂടെ നമുക്ക് നമ്മുടെ ശക്തി നമ്മുടെ കൂടെയുണ്ട്. അവിടെ ചെന്ന് സംസാരിച്ചു. ഈ കേസ് ഇപ്പൊ നിലനിൽക്കുന്ന ചാവക്കാട് കോടതിയിലായതുകൊണ്ട് ഇവർക്ക് ഇനി ഇടപെടാൻ സാധിക്കില്ല. 4-5 സിറ്റിംഗ് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഹിയറിങ്ങിന് ഇപ്പൊ വിളിക്കാനാണ് പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് ഫയല് കഴിഞ്ഞ മാസം നവംബർ 17-ാം തീയതി ഫയല് വെച്ചിരുന്ന ഫയല് കോടതിയിലേക്ക് എത്തിയില്ല. നമ്മുടെ കോടതിയിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചാവക്കാട്. അതിപ്പോ ഞാൻ തൃശ്ശൂർക്ക് മാറ്റണം എന്ന് വെച്ചുകൊണ്ടാണ് എനിക്ക് നമുക്ക് ഈ മക്കളെ വെച്ചുകൊണ്ട് ഇവർക്ക് ഒരു കോംപ്രമൈസ് ഞാൻ തയ്യാറാണ്. എനിക്ക് വേണ്ട, അവരുടെ ഒരു പൈസ പോലും വേണ്ട. അവർ ലക്ഷക്കണക്കിന് രൂപ പോലെ എന്റെ മക്കളുടെ ജീവന് തുല്യമാവില്ല. അതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. അതിന് വേണ്ടിയാണ് ഇപ്പൊ ഈ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാനിവിടെ നിന്ന് മാറണം. എത്രയും പിന്നെ അവരുടെ എവിഡൻസ് കിട്ടാതെ വരും. നമ്മൾ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അത് സ്ട്രോങ് ആണ്, നിയമത്തിന് സ്ട്രോങ് ആണ്. അല്ലെങ്കിൽ അവര് എത്രയോ ഞാൻ അവിടെ ഇരുത്തും തോന്നുന്നുണ്ടോ. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഞാനിപ്പോൾ അവിടെ പോകാൻ പോവുകയാണ്. പോയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. എന്നിട്ട് അറ്റ്ലീസ്റ്റ് അവരിനി അവരുടെ മിണ്ടാപ്രാണികളുടെ ജീവൻ എടുക്കുന്നതെങ്കിലും നിർത്തണം. അത് ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ല. ബാക്കി എന്തും വേണമെങ്കിലും നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താം. പിന്നെ ഈ പാവത്തിന് വേറെ ഓപ്ഷനൊന്നും ഇല്ല, വേറെ കൊണ്ടുപോകാനുള്ള ഓപ്ഷനും ഇല്ല. അതാണ് എന്താ അവസ്ഥയെന്ന് കഴിച്ചിട്ട് നമുക്ക് പോയിട്ട് വരാം കേട്ടോ. വിഷമിട്ട് ഹരേ കൃഷ്ണ. ഇനി ഞാൻ ബാക്കി അവിടെ ചെന്നിട്ട് നോക്കാം. എന്നിട്ട് അടുത്ത ലൈവിൽ ഞാൻ പറയാം. എടുത്തു ഭയങ്കര ക്രൂരതയല്ലേ ഏട്ടാ. ഹരേ കൃഷ്ണ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യണം. എൻ്റെ നമ്പർ 9633701008. മിക്കവാറും നമ്മൾ ഇതൊരു കേസാക്കാനാണ് നോക്കുന്നത്. പക്ഷേ കേസ് കൊടുത്താലും
നഷ്ടപരിഹാരം അമ്മയ്ക്ക് ലഭിച്ചാലും ഇല്ലെങ്കിലും ആ മിണ്ടാപ്രാണികളുടെ ജീവന് തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് പക്ഷെ എന്നാലും ഇത് ഒരിക്കലും ആരും ഒരാളോടും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ അവരിൽ നിന്ന് കോംപ്രമൈസ് മേടിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരു മിണ്ടാപ്രാണിക്കും നീതി കിട്ടില്ല. നമ്മളിപ്പോൾ ഏറ്റു വളർത്തുന്ന കുട്ടികൾ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള ഏത് കുട്ടികൾക്കായാലും അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. മിണ്ടാപ്രാണിയുടെ നേരത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആരും നിയമത്തിൻ്റെ ഇതിൽ വരും. നിയമമായിട്ട് തന്നെ വരട്ടെ. അതിന് നമ്മളുടെ ജീവനാണ് കൊടുക്കേണ്ടി വന്നാലും ഐ ആം നോട്ട് ബോദറിങ് അബൌട്ട് ഇറ്റ്. കഴിക്കാം. എന്നിട്ട് ഞാൻ വിചാരിക്കുന്ന അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് മെയിൻലി ആദ്യം നമുക്ക് തടയേണ്ടത് ഈ വിഷം കൊടുക്കുന്നതാണ്. അത് ആരാ കൊടുക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അവരോടാണ് ആദ്യം സംസാരിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് സമയമെങ്കിലും വേണ്ടി വരും, ഒരു 2-3 മാസമെങ്കിലും നല്ലൊരു സ്ഥലം അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് കണ്ടെത്താൻ. എനിക്ക് എത്രയും പെട്ടെന്ന് ഈ കുട്ടികളുടെ ട്രീറ്റ്മെന്റ് ആന്റിബയോട്ടിക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് നാളെ ഇവര് എത്ര ദിവസത്തേക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് അത്രയും ദിവസം കൊണ്ടുപോകണം. അത് കഴിഞ്ഞാൽ എനിക്ക് മാർച്ചോട് കൂടി അത് മാറണം അല്ലേ? മാറി പറ്റും. നമുക്ക് കുട്ടികളുടെ ജീവനാണ് വലുത്. എനിക്ക് ഇനി അവിടെ താമസിക്കണമെന്ന് ഒരു ആഗ്രഹവും എനിക്കില്ല. എനിക്ക് കുട്ടികളെ കൊണ്ട് പോകണം. അതിനാണ് അവരിത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 4 പപ്പീസിൽ ഇന്ന് പോയി ഇപ്പോൾ ഒരെണ്ണം വയ്യാണ്ട് കിടക്കുന്നു. ബാക്കി എവിടെയെങ്കിലും സ്ഥലമുണ്ടോ ഏട്ടാ? ഓണർ സമ്മതിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടോ? കുറച്ച് ഉള്ളിലോട്ട് ഒഴിഞ്ഞ സ്ഥലം കേട്ടോ. നമുക്ക് വീടൊന്നും വേണ്ട, ഒരു ഷെഡ് മാതിരി കെട്ടിയ കോമ്പൗണ്ട്. എന്നിട്ട് അവിടെ നമുക്ക് നല്ലൊരു കൂട് കെട്ടാം. കൂട് കെട്ടിയിട്ട് ഇവരെ അതിനകത്ത് സ്വസ്ഥമായിട്ട് അല്ലേ അമ്മേ, വേലിയൊക്കെ കെട്ടി നമുക്ക് നോക്കാം കേട്ടോ. അല്ല അതിന് നമ്മുടെ കാശില്ല ഏട്ടാ. ഈ വീട് ഒരു വ്യക്തിയും താമസിക്കാൻ പറ്റുന്ന സ്ഥലമില്ല. അമ്മയുടെ ഒന്നുമില്ല. അമ്മയുടെ അവസ്ഥ കണ്ടില്ലേ? കഴിക്കാൻ പോലും ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയിലാണ്. ഒന്ന് ആലോചിച്ചു. വേണ്ട ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് കിട്ടുന്ന ഭക്ഷണം എല്ലാം അവർക്കാ കൊടുക്കുന്നത്. കുട്ടികൾ അവർ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഭക്ഷണം വെക്കുന്ന സമയത്ത് പോയി ഞാൻ കഴിക്കാറില്ല. അവർക്ക് അവരെ ഭക്ഷണം കൊടുത്തിട്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇത്രയും കുട്ടികളെ ഞാൻ ഭക്ഷണം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വേണ്ട ഭക്ഷണം കഴിക്കണ്ടെന്നുള്ളത്. ഭക്ഷണം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കാറില്ല. ഞാൻ വരുന്ന സമയം അന്നലക്ഷ്മിയിൽ വന്ന് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇനി അവരുമായിട്ട് ഇനി വഴക്കുണ്ടമ്മേ നമുക്ക്. കാരണം മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരാണ്. അവരോട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്ഥലം പോയി കണ്ടിട്ടേ എത്രയും പെട്ടെന്ന് അവരെ ഷിഫ്റ്റ് ആക്കണം കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും പെട്ടിയോട്ടോ എന്തെങ്കിലും മേടിച്ചിട്ട് എടുത്തിട്ടേ ഇപ്പൊ അവരെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള പടിപടി കേട്ടോ. പക്ഷെ ഇപ്പൊ ആശുപത്രി അടച്ചു കാണും അല്ലേ? ഇല്ല, നാളേക്ക് കൊണ്ടുപോകണം. നാളെ കൊണ്ടുപോകണം. ഇന്നിവരെ കൊണ്ടുവന്ന ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ചേട്ടാ ഒന്ന് നോക്കണേ കേട്ടോ. ഇവരെ നാളെ കൊണ്ടുപോകണം. മറ്റേ ടെമ്പോ ട്രാവൽമാരുള്ള ഇതല്ലേ, ആദ്യം ചൂടെടുക്കരുത് അവർക്ക്. അത് നമുക്ക് അതിനനുസരിച്ച് വണ്ടി എടുക്കാം. അപ്പൊ നമുക്ക് ഈ ഓട്ടോ ടാക്സിയിൽ നമുക്ക് കൊണ്ടുപോകില്ല, 2-3 കുട്ടികളെ കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ഇത്തിരി ഈ ടെമ്പോ ട്രാവലർ ഉണ്ട് ചെറുത്. അപ്പൊ അതിന്റെ സീറ്റ് കംപ്ലീറ്റ് ബാക്കിലേക്ക് വിടാതെ ഫ്രണ്ടിലേക്ക് വിടാം. അപ്പൊ ആ സ്ഥലം അത് മതി. ഇവർ കൊണ്ടുപോകാൻ നമുക്ക് എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ട് എല്ലാം ഡോക്ടേഴ്സ് പറഞ്ഞ എല്ലാ ഡോക്ടേഴ്സും നമ്മൾ വളരെയധികം ഒത്തിരി അല്ല. ഒരു മണ്ണത്തെ ഒരു 2000 ഞാൻ അവിടെ വയ്യാണ്ട് കിടന്നൊരു കുട്ടിയെ നട്ടലിന് ക്ഷതം പറ്റിയിട്ട് ദിവസം ഗുരുവായൂർ അമ്പലത്തിലെ അവിടെ ആരോ കുട്ടീനെ ദിവസം തന്നെ നമ്മൾ പറയാൻ പാടില്ല, ഓഫീസേഴ്സ് തന്നെ ചെയ്ത് ഏത് വിഭാഗം അടിച്ചെന്ന് അറിയില്ല. പക്ഷേ ആ കുട്ടീനെ ഞാൻ അവിടെ 10 മാസം 24 മണിക്കൂർ ഇരുന്ന് നോക്കിയതാണ് വടക്കനടയിൽ. ഒരു പക്ഷേ എല്ലാവരും അറിയാതിരിക്കാം. അങ്ങനെയാണ് ഞാൻ ആ കുട്ടിയാണ് എൻ്റെ ഫസ്റ്റ് ഗുരുവായൂരപ്പൻ തന്ന ഒരു കുട്ടി. അവിടുത്തെ മക്കൾ സന്തതി പരമ്പരയാണ്. അവിടുത്തെ 15 കൊല്ലമായിട്ടുള്ള സന്തതി പരമ്പരയാണ്. ആ സന്തതി പരമ്പരയിലത്തെ ഒരു കുട്ടി ഇപ്പോൾ അവിടെ ഇരിക്കുന്ന അവരമ്മ എന്ന് നമ്മൾ പറയുന്ന കുട്ടി ഇരിക്കുന്നത് പാഞ്ചജന്യമല്ല, സത്രത്തിൻ്റെ അവിടെ ആ കുട്ടി അവിടെ ഉണ്ട്. അവരുടെ മക്കളെയാണ് ഞാൻ കൊണ്ടുപോന്നിട്ടുള്ളത്. അവരുടെ മക്കൾ അന്ന് ഉണ്ടായിരുന്ന മക്കളും പ്രഗ്നൻ്റായ കുട്ടികളെയാണ് ഞാൻ അവിടേക്ക് കൊണ്ടുവന്നത്. അതിപ്പോഴും പരിപാലിച്ച് പോയിരുന്നു. അവരിപ്പോൾ ഇതായിട്ട് തന്നെ അവരുടെ ഒരു 2-3 കുട്ടി, ബാക്കി അത്രയും കുട്ടികൾ തന്നെയാണുള്ളത്. കഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന അതാണ്. അതേ പറ്റൂ.
അപ്പോൾ അമ്മ ആഗ്രഹിക്കുന്നു. സ്ഥലം പോട്ടൊന്ന് പരിശോധിക്കാം. ആ നോക്ക്, അത് മതി. നമുക്ക് ബാക്കി കാര്യങ്ങൾ ബാക്കി അടുത്ത് എന്താ എത്രയും പെട്ടെന്ന് നാളെ തന്നെ ആശുപത്രി കൊണ്ടുപോയിട്ടെ. എൻ്റെ കൊണ്ടുപോകണം, ഇവരെയും കൊണ്ടുപോകണം. ഇവർക്ക് നാളെ ആന്റിബയോട്ടിക് ഇതിട്ടിട്ടുണ്ട്, ഐസൊലേഷൻ വാർഡിലേക്കൊക്കെ കയറ്റിയേക്കണേ. അത് അമ്മ പറഞ്ഞാൽ മതി എന്താ വേണ്ടത്. ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പിന്നത്തേക്ക് എല്ലാം നമ്മൾ ഉണ്ടല്ലോ. ചേട്ടൻ ചെയ്ത് കൊടുക്കാം. വണ്ടിയാണ് എനിക്ക് വണ്ടി അറേഞ്ച് ചെയ്തത്. അതെല്ലാം അറേഞ്ച് ചെയ്തു. ആ കുട്ടികളൊക്കെ വിഷമമൊന്നുമില്ലെങ്കിലും ടയേർഡായ കുട്ടികളും ഫീവറുള്ള വില പനിയുള്ള കുട്ടികളും നാളെ തന്നെ കൊണ്ടുപോകണം. ഇവരും കൊണ്ടുപോകണം. ചേട്ടൻ വെച്ച് കൊടുത്തിട്ടുണ്ടോ ബോയ്സ്? എല്ലാവരും എത്തിയില്ലോ. ഇവര് ഒരു കുറച്ചിപ്പം 4 ദിവസത്തേക്ക് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവർ വന്ന് സ്പ്രേ അടിക്കും. ലങ്സിനെ ബാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ മതിലിൻ്റെ അവിടെ നിന്നാലും നമ്മുടെ ഇവിടെ നിന്ന് സ്പ്രേ ഇവര് മണത്താൽ മതി. ഈ കീടനാശിനി ഇല്ല, അത് സ്പ്രേ ചെയ്യും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഞാൻ അറിയാമോ, ഞാൻ ഇന്ന് ശനിയാഴ്ച ഇവരെ പോയസം കയറിയതാണ്. കീടനാശിനിയാന്ന് പറഞ്ഞു. ശനിയാഴ്ച മറ്റത് അവരത് രൂക്ഷമായി കിടക്കുന്ന ഇതാണ് ഫസ്റ്റ്. അതിനാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പതുക്കെ പതുക്കെ അറിയില്ല, നമ്മൾ ഈ കുട്ടികൾ അറിയില്ല. മനുഷ്യന് വന്നാലും ഈ ഒരു രൂപമാണ് വരിക, മനുഷ്യനും അതേ ഫോമ വരിക. ഒരു മനുഷ്യനെ വന്നു കഴിഞ്ഞാൽ പോയസം കിട്ടുകയാണ്. പക്ഷേ നമ്മൾ ഇതിനു വേണ്ടി ഞാൻ ആരാധ എനിക്ക് ഇതിലേക്ക് ഒരു 99 രൂപ ഒന്ന് ബാലൻസ് ചെയ്യണം. നമ്മുടെ ധന്യം എന്ന് പറഞ്ഞ വാർഡ് ഇതുണ്ട്, അവര് മാധ്യമക്കാരെ ഒന്ന് ആ കുട്ടിയോടൊന്ന് പറയണം. മാധ്യമം ഞാൻ പറഞ്ഞു. ഞാൻ ക്യാഷ് അത് റീചാർജ് ചെയ്ത് കൊടുത്തേരാം കേട്ടോ. വണ്ടിയുടെയും കൊടുക്കും. വണ്ടിയുടെ എത്രയാന്ന് വെച്ചാൽ ചോദിക്കാം. വണ്ടിയുടെ എത്രയാവും? അല്ല കുട്ടി സുരേഷൻ ആ കൊടുക്കും. ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ? ഹരീഷ്ണ, ഇനി ഞാൻ അടുത്ത ലൈവിൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പോൾ അമ്മയും കൊണ്ട് അവിടുത്തെ സ്ഥലവും ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാം. അതാണ് ചെയ്യാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ആ ചേട്ടാ.